യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ചേർന്ന് പാടാം. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ നിന്നിൽ അഗ്നിയയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ നിന്നിൽ അഗ്നിയയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി ഉയർത്തിയടിച്ച്. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നിയയക്കണമേ. സ്വരമുയർത്തി കരങ്ങളടിച്ച് സർവശക്തിയോടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. ഏലിയായുടെ ദൈവമേ അഗ്നിയയക്കണമേ, ഏലീശായുടെ ദൈവമേ ശക്തിയയക്കണമേ. ഏലിയായുടെ ദൈവമേ അഗ്നിയയക്കണമേ, ഏലീശായുടെ ദൈവമേ ശക്തിയയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നിയയക്കണമേ. കണ്ണുകളടച്ച് വലിയ വിശ്വാസത്തോടെ ആത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുന്നു. എന്നുള്ള വിശ്വാസത്തോടുകൂടി ദൈവത്തിന്റെ മഹത്വം നമ്മളിലേക്ക് ഇറങ്ങി നമ്മുടെ മേൽ നിൽക്കുന്നതായി കണ്ടുകൊണ്ട് വിശ്വാസപൂർവ്വം നമുക്ക് ദൈവത്തെ പാടി ആരാധിക്കാം. കണ്ണുകളടച്ച് പാടി ആരാധിക്കാം. സ്നേഹന്മാര് നയിച്ചതുപോലെ എന്നെ നയിക്കണമേ, അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. സ്നേഹന്മാര് നയിച്ചതുപോലെ എന്നെ നയിക്കണമേ, അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നിയയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നിയയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹൃദയത്തോട് ചേർത്ത് നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ബലഹീനത, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ബലഹീനതകളെ അവൻ പരിഹരിച്ചു. അവൻ്റെ രക്തത്താൽ, ശരീരത്താൽ, ആത്മാവിനാൽ നമ്മളെ വീണ്ടെടുത്തു. ആ ബലഹീനതയുടെ മേൽ ദൈവം കൃപ ചൊരിഞ്ഞു. പൗലോസ് അപ്പോസ്തലനോട് കർത്താവ് പറയുന്നുണ്ട്, ദൈവം പറയുന്നുണ്ട്, എൻ്റെ കൃപ മാത്രം നിനക്ക് മതി. ഈ മുള്ള്, ബലഹീനത, അതിൻ്റെ മേൽ കർത്താവിൻ്റെ കൃപ വന്നാൽ ആ ബലഹീനതയെ അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ വെളിപ്പെട്ടാൽ മാത്രം മതി എന്ന് ദൈവം പറയുക. അരിശമുണ്ട്, ദേഷ്യമുണ്ട്, ഒത്തിരിയേറെ ബലഹീനതകളുണ്ട്, വിശ്വാസക്കുറവുണ്ട്, അന്ധവിശ്വാസമുണ്ട്, നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവമായ കർത്താവ് പാളയത്തിലേക്ക് വരുന്നുണ്ട്. എന്തെങ്കിലും അശുദ്ധി കണ്ടാൽ പാളയത്തിൽ പ്രവേശിക്കത്തില്ല എന്ന് നിയമാവർത്തന പുസ്തകത്തിലുള്ള കർത്താവ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ ബലഹീനത, അതിനെ അതിജീവിക്കാൻ പ്രാർത്ഥിക്കണം. നമ്മുടെ അരിശത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടണം. ദേഷ്യത്തിൻ്റെ മേൽ, ആ ബലഹീനതകൾ ദൈവമാണ് ഇല്ലായ്മ ചെയ്യേണ്ടത്. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ കുറവുകളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കപ്പെടുകയും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് ഏതെല്ലാം മേഖലകളിൽ നമ്മുടെ ബലഹീനത നമ്മളിൽ നിൽക്കുന്നുണ്ട്. അശുദ്ധി കണ്ടാൽ പാളയത്തിലേക്ക് വരത്തിൽ. പൗലോസ്ലീഹ പറയുന്നുണ്ട്, അതൊന്നുകൂടി എടുത്ത് മാറ്റുവാണെങ്കിൽ കൃപ കൂടുതൽ കിട്ടും. ഈ മുള്ളൊന്നെടുത്ത് മാറ്റിയാൽ, ഈ ബലഹീനത എന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടാൽ ഞാൻ അതിലേറെ വലിയ ശുശ്രൂഷ ദൈവത്തിന് വേണ്ടി ചെയ്യും. കർത്താവ് പറയുന്നുണ്ട്, മോനെ എൻ്റെ കൃപ മാത്രം മതി. ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മളോട് ഈശോ പറയുക, മോനെ എൻ്റെ കൃപ ചോദിച്ച് പ്രാർത്ഥിച്ച്, മോളെ നീ എൻ്റെ കൃപ ചോദിച്ച്. ഈശോ ചോദിക്കുക, ഈശോ പറയുക ഓരോരുത്തരോടും. ആ ബലഹീനതയുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടട്ടെ എന്ന് ദൈവമക്കൾ പ്രാർത്ഥിച്ച്. ഈ ബലഹീനതയാണ് കൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്. ആ ബലഹീനതയുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടാൽ ബലഹീനത ഇല്ലായ്മ ചെയ്യപ്പെടും. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവിടുത്തെ പരിശുദ്ധനൊരു ജ്വാലയായും മാറും. അത് ജ്വലിച്ചൊറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളെയും മുൾച്ചെടികളെയും ദഹിപ്പിച്ചു കളയും. ബലഹീനതയുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടും. മുള്ളുകളും മുൾച്ചെടികളും എന്ന് പറയുന്നത് നിന്റെ ബലഹീനതയാണ്. ആ വളർന്ന് പന്തലിച്ചിരിക്കുന്ന ചില ബലഹീനതകൾ, വളർന്ന് വലുതായ ചില ബലഹീനതകൾ, ആ ബലഹീനതയുടെ മേൽ ദൈവം തൻ്റെ അഗ്നി അയച്ച്, കൃപയയച്ച് ആ ബലഹീനതകളെ ഇല്ലായ്മ ചെയ്യും. ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ നിമിഷം കൊണ്ട് ആഗ്രഹിച്ച് ഒരു വിശുദ്ധനാകണം എന്ന് ആഗ്രഹിച്ച് ഈ ബലഹീനത എല്ലാം നമ്മളിന്ന് ഏറ്റെടുക്കും. ഈശോയാണ് എല്ലാം ചെയ്യുന്നത്. ഈശോ അറിഞ്ഞാണ് എല്ലാം ചെയ്യുന്നത്. സ്വർഗം അറിയാതെ, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നു. ഒരു വീഴ്ചയുണ്ടായാലും ദൈവം അനുവദിച്ച വീഴ്ചയാണ്. ഒരു ഉയർച്ചയുണ്ടായാൽ അത് ദൈവമായി അനുവദിച്ചിരിക്കുന്ന ഉയർച്ചയാണ്. ഓരോ കുദാശ സ്വീകരണങ്ങളും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അത് ദൈവത്തിൻ്റെ സമയത്താണ് നടക്കുന്നത്. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ്. വിട്ടുകൊടുത്ത ഓരോരുത്തരും. ഞാനൊക്കെ ചില നിമിഷങ്ങൾ, ചില മണിക്കൂറുകൾ, ചില ദിവസങ്ങളൊക്കെ ആഗ്രഹിച്ചു. അതിനൊക്കെ ഉപരിയായി ദൈവത്തിൻ്റെ ഒരു മണിക്കൂർ, ദൈവത്തിൻ്റെ ഒരു നിമിഷം, ദൈവം സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു മണിക്കൂർ. ആ മണിക്കൂറിലാണ് കൃപയ്ക്ക് മേൽ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങുന്നത്. നമ്മുടെ ആഗ്രഹമല്ല, ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ പദ്ധതി, അത് നിറവേറുവാൻ പ്രാർത്ഥിക്കും. അതപ്പോഴാണ് എൻ്റെ കാലം, സമയമെന്നൊക്കെ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട്. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത്? ദൈവാനുഗ്രഹം എപ്പോഴാണ് വരുന്നത്? ഈശോ ശിഷ്യന്മാർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാലമോ സമയമൊന്നും അറിയേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. ബലഹീനതകളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. നമ്മുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ എന്ന് പറയുന്ന ബലഹീനതയാണ്, നമ്മുടെ കുറവുകളാണ്. ആ കുറവുകളെ നിറവാക്കി മാറ്റുവാൻ ആ ദൈവം കാൽവരിയിൽ കുരിശിൽ രക്തം ചിന്തിയത്. ഞാനാകുന്ന കൽഭരണിയിൽ കുശവന്റെ കയ്യിലെ മൺപാത്രം എന്നപോലെ കർത്താവിൻ്റെ കൈകളിലിരിക്കുന്ന ഞാനും നിങ്ങളും ആ മൺപാത്രത്തിനുള്ളിൽ എപ്പോഴാണ് ജലം നിറയ്ക്കേണ്ടതെന്ന്
അതിൻ്റെ സമയവും മണിക്കൂറുകളും നിമിഷങ്ങളും തരുന്നത് ദൈവമാണ്. മക്കൾ പ്രാർത്ഥിച്ച് എൻ്റെ സമയത്തല്ല, ദൈവത്തിൻ്റെ സമയം പൂർത്തീകരിക്കപ്പെടുവാൻ. അതാണ് യേശു കാൽവരി പറഞ്ഞ എല്ലാം പൂർത്തിയായി എന്ന് പറയുകയാണ്. ദൈവജനത്തിൻ്റെ മേൽ കൃപയ്ക്കുമേൽ കൃപ തരുവാൻ തക്കവിധം ദൈവം കാൽവരിയിൽ മാനവകുലത്തിന്റെ പാപപരിഹാര ബലി അർപ്പിച്ച് അത് പൂർത്തീകരിച്ചപ്പോൾ യേശു പറഞ്ഞു, എല്ലാം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയുകയാണ്. ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു രോഗശാന്തിക്ക്. നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം സംഭവിക്കുവാൻ അത് ദൈവത്തിന്റെ സമയത്താണ് സംഭവിക്കുന്നത്. മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവത്തിന്റെ സമയത്താണ്. പത്ത് കന്യകമാരുടെ ഉപമയിലൂടെ കർത്താവ് പറയുന്നുണ്ട്, വിവേകമതികളായിട്ടുള്ളവർ എണ്ണ ശേഖരിച്ചു വെക്കും. കർത്താവ് നമ്മളെ കുറിച്ച് പറയുന്നത്, എന്നെ നിങ്ങളെ കുറിച്ച്, വിവേകമതികളായിട്ടുള്ളവർ എണ്ണ ശേഖരിച്ചു വെക്കും. മണവാളൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. ഏത് സമയത്തോ മണിക്കൂറിലാണ് മണവാളൻ കടന്നു വരുന്നതെന്ന് അറിയത്തില്ല. മണവാളൻ പ്രവേശിച്ചൊക്കെ വാതിലടയ്ക്കും. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, ഈശോയെ, ഞാനാകുന്ന കൽഭരണിയിൽ ജലമാകുന്ന പരിശുദ്ധാത്മാവ് വക്കോളം നിറയപ്പെടുവാൻ, എൻ്റെ കൃപയ്ക്കുമേൽ കൃപ എൻ്റെ മേൽ നിറയപ്പെടുവാൻ തടസ്സമായിരിക്കുന്ന പാപത്തിൻ്റെ ബന്ധനങ്ങളുടെ മേൽ, എൻ്റെ തടക്കദോഷങ്ങളുടെ മേൽ, എൻ്റെ അശുദ്ധിയുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധ രക്തം വ്യാപരിക്കപ്പെടട്ടെ എന്ന് ഓരോ മകനും മകളും ദിവസത്തിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക. എൻ്റെ ബലഹീനതകളുടെ മേൽ കൃപയ്ക്കുമേൽ കൃപ വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ആ ബലഹീനത തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ബലഹീനതയുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തമായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി സ്തുതിച്ച് അഭിഷേകം ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ദൈവശക്തി ഓരോ മക്കളിലും വ്യാപരിക്കും. ബലഹീനതയുടെ മേൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ബലഹീനതകളിൽ നിന്ന് ദൈവമായ കർത്താവ് നമ്മളെ വീണ്ടെടുത്തുകൊണ്ട് ദൈവത്തിന്റെ അത്ഭുത ശക്തി ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായി നമ്മുടെ മേൽ കത്തിജ്വലിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനതകളെ ഇല്ലാതാക്കുന്ന ദൈവത്തിന്റെ അത്ഭുത ശക്തി ഹൊറൈബ് മലയുടെ മുകളിൽ ഇറങ്ങി വന്ന മുള്ളുകളെ ഇല്ലായ്മ ചെയ്ത ദൈവത്തിന്റെ അത്ഭുത ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേദനകളെ ഇല്ലാതാക്കുന്ന ദൈവത്തിന്റെ അത്ഭുത ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ രോഗികളുടെ മേലും ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയ നൊമ്പരങ്ങളിലും ഹൃദയ വേദനകളിലും ആയിരിക്കുന്ന ഓരോ മകന്റെയും മകളുടെയും ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയെ. അഭിഷേകത്തോടെ വിളിക്കാമോ? ഈശോയെ. ഹൃദയത്തോട് ചേർത്ത് വെക്കാം, കണ്ണുകളടയ്ക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുചോരത്തുള്ളിയ കഴുകേണമെന്നെ എന്ന പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുചോരത്തുള്ളിയ കഴുകേണമെന്നെ എന്ന പൊന്നു കർത്താവേ. ശിരസ്സു മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലെന്നറിയണമേ ദൈവമേ. അങ്ങഴും നള്ളി വന്നു ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകും എൻ്റെ ഉള്ളം, വിശ്വസിപ്പൂ ഞാൻ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുചോരത്തുള്ളിയ കഴുകേണമെന്നെ എന്ന പൊന്നു കർത്താവേ. ശാന്തമായിട്ടിരിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കർത്താവിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രകാരം ദൈവവചനത്തിലൂടെയാണ്. കർത്താവിൻ്റെ കാരുണ്യം ദൈവമക്കളിലേക്ക് കടന്നു വരുന്നത് എപ്രകാരം കടന്നു വരുന്നത്? വചനത്തിലൂടെ വന്ന് വചനമാകുന്ന ദൈവം നമ്മുടെ ഹൃദയതലങ്ങളിലേക്ക് കടന്നു വന്ന് ഹൃദയത്തിലുള്ള എല്ലാ നൊമ്പരങ്ങളെയും ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും എല്ലാം അറിഞ്ഞ് അതിനെ നിറവേറ്റിത്തരിക എന്നുള്ളതാണ്. മുറിവുണക്കി ഹൃദയത്തിലെ നൊമ്പരങ്ങൾ എടുത്തു മാറ്റി
ആഗ്രഹങ്ങൾ സാധിച്ചു തരിക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ലക്ഷ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോഴാണ്, ദൈവസ്വരം കേൾക്കുമ്പോൾ. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം 28 പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് നീ കേൾക്കണം. തീഷ്ണത വചനം കേൾക്കാനായിരിക്കും. ഈശോ വചനം പ്രഘോഷിച്ചപ്പം, പിതാവായ ദൈവത്തിൻ്റെ വാക്കുകൾ ദൈവജനത്തിലേക്ക് എത്തിച്ചപ്പം, യേശു പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവജനം ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്ന ആ ഓരോരുത്തരും സൗഖ്യം പ്രാപിച്ചു. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, വചനത്തിലൂടെയാണ് നമ്മുടെ സൗഖ്യം വരുന്നത്. ഈ ആരാധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്വീകരിച്ച പരിശുദ്ധ കൂദാശ, കേട്ട വചനം നമ്മളിൽ നിറവേറുകയാണ്. വചനം കേൾക്കുമ്പോഴാണ്, വചനം വായിച്ച് വചനത്തെക്കുറിച്ച് ധ്യാനിച്ച് അത് പ്രഘോഷിക്കാനായിട്ട് കടന്നു വരുമ്പോൾ ആത്മാവ് എന്താണ് പറയേണ്ടതെന്ന് ആത്മാവ് പറഞ്ഞു തരികയാണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ തിരുവചനം. കർത്താവ് ജെറമിയോട് അരുളിച്ചെയ്തു, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. പ്രവാചകനോട് എന്നറിയത്തില്ല. പ്രവാചകനോട് ദൈവം പറയുക, നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് കുശവന്റെ ഭവനത്തിലേക്ക് നീ കടന്നു ചെല്ലുക. പിന്നീടുള്ള സംഭവങ്ങൾ പിന്നീടാ. ഒരു പൊട്ടനെ പോലെ പ്രവാചകൻ ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക എന്ന് മാത്രമേ ദൈവം അരുളി ചെയ്തിട്ടുള്ളൂ. ഇനി കുശവന്റെ വീട്ടിൽ ചെന്നാലേ ഉള്ളൂ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് പ്രവാചകനായ ജെറമിയായ്ക്ക് സാധ്യമാകത്തുള്ളൂ. നമ്മൾ അങ്ങനെ ആയിരിക്കാൻ അദ്ദേഹം പറയാം. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ യാത്ര ചെയ്യുക, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ പോവുക, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. ഇതല്ല. പ്രവാചക ഗ്രന്ഥത്തിൽ എഴുതപ്പെടുകയാ, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവാൻ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിലൂടെ പരിശുദ്ധാത്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവാൻ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജഡിക ആഗ്രഹങ്ങളാണ്, ജഡത്തിൻ്റെ ആഗ്രഹമാണ്. ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ മോൻ്റെ കല്യാണം നടത്തണ്ടേ, ഇന്ന സമയത്ത് നമുക്ക് നടത്താമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ മറുപടി പറഞ്ഞെന്നറിയോ? ചേട്ടൻ്റെ സമയം പറയുമോ? ഒരു ശുശ്രൂഷകനിലൂടെ, ഒരു പ്രവാചകനിലൂടെ ദൈവം മുന്നറിയിപ്പ് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ സമയമോ, നമ്മുടെ സമയമല്ല. ആ സമയത്ത് ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചിരിക്കും. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? നമ്മുടെ മനസ്സിൽ തോന്നുവാ, ആത്മാപ്രേരണ തരും, ഇങ്ങനെ പറയാൻ പറയൂ. അപ്പൊ ഇവിടെ പറയുക, കർത്താവ് ജെറമിയോട് അരുളിച്ചെയ്തു, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചൊല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. അതുവരെ ഒന്നും മിണ്ടത്തില്ല. 1 മണിക്കൂറോ 1 നിമിഷം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ മണിക്കൂറിൽ, ആ നിമിഷത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്ന നിമിഷമാണ്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സമയത്തൊന്നും സംഭവിക്കത്തില്ല. നമ്മുടെ സമയത്ത് സംഭവിക്കുന്നത് അത് ചിലപ്പോൾ വലിയ തകർച്ചയിലേക്ക് പോവാം. ദൈവത്തിൻ്റെ സമയത്ത് നടക്കുന്ന ചില പ്രവർത്തികൾ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ സമയം. ഞാനും മനുഷ്യരായിട്ട് ചിന്തിക്കും ഇന്ന സമയത്ത് ഇന്ന പോലെയൊക്കെ നടക്കണം, പക്ഷെ അതൊന്നും സംഭവിക്കത്തില്ല. ദൈവത്തിൻ്റെ സമയത്ത് നടക്കത്തുള്ളൂ. ഒരച്ഛൻ എന്നെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അത് ജനുവരി മാസത്തിൽ നടത്താമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു അത് പോരാ, അത് ഡിസംബർ ആദ്യം തന്നെ നടത്തണം. അപ്പം എൻ്റെ ആഗ്രഹം ജനുവരി ആണെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹം ഡിസംബർ ആണ്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? ഇപ്പൊ 2 സംഭവങ്ങളുണ്ട്. ശുശ്രൂഷ ചെയ്യുന്ന ഒരാളുടെ ആഗ്രഹമാണ്, എൻ്റെ ആഗ്രഹമാണ് എല്ലാം ഫ്രീ ആയിട്ട് ആ സമയത്ത് ചെയ്യാം. അപ്പൊ ദൈവത്തിൻ്റെ ആഗ്രഹം തിരക്കുള്ള സമയത്ത് നീ തിരക്ക് മാറ്റി വെച്ചിട്ട് ആത്മീയ ശുശ്രൂഷയിൽ ഏർപ്പെടുവാൻ സ്വർഗം ആവശ്യപ്പെടുന്നു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ 2 സമയമില്ലേ? എൻ്റെ സമയമുണ്ട്, ദൈവത്തിൻ്റെ സമയമുണ്ട്. എൻ്റെ സമയത്തൊന്നും സംഭവിക്കത്തില്ല. ദൈവത്തിൻ്റെ സമയത്തോ? ദൈവം സംസാരിക്കുന്നത് അപ്പോഴല്ല, കുശവന്റെ ഭവനത്തിൽ വെച്ചാണ് ജെറമിയായോട് ദൈവം സംസാരിക്കാൻ പോകുന്നത്. ജെറമിയ കുശവന്റെ ഭവനത്തിൽ പോകുന്നില്ല എങ്കിൽ ഈ ജെറമിയായോട് ദൈവം സംസാരിക്കത്തില്ല. നീ അവിടെ പോകാൻ പറയും. ഒരു ശുശ്രൂഷ ചെയ്യാണ്ട് അവിടെ പോകാൻ. ആരാ സംസാരിക്കുന്നത്? ദൈവം. അത് ഏത് സമയത്താ?
ദൈവത്തിന്റെ സമയത്തെ ദൈവം പ്രവാചകനിലൂടെ സംസാരിക്കത്തുള്ളൂ. കരമേർത്തി ഒന്നുകൂടെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ ചക്രത്തിന്റെ മേൽ പണി ചെയ്യുകയായിരുന്നു. ഇപ്പോൾ വേറെ ഒന്നും കാണാനില്ല അവിടെ ചെന്നിട്ട്. പിന്നെ ദൈവം ഒന്നും സംസാരിക്കുന്നില്ല. അവിടെ വരെ ചെന്നപ്പോൾ കുശവൻ അവിടെ ഇരുന്നുകൊണ്ട് ഒരു കലം അല്ലെങ്കിൽ ഒരു പാത്രം വാർത്ത ഉണ്ടാക്കിയെടുക്കുക. പിന്നെ പറയുന്നത് ജെറമ്യായുടെ ദൈവത്തിന്റെ ഉദ്ദേശം എന്നാ? ജെറമ്യ കുശവന്റെ പ്രവൃത്തി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ ആഗ്രഹം. അവിടെ എന്താണ് ദൈവം പറയാൻ പോയി? ഇത് കണ്ടേ, ഈ കാഴ്ച കാണുക. ചില അത്ഭുത പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തൊട്ടടുത്തൊക്കെ സംഭവിക്കുമ്പോൾ ആ അത്ഭുത പ്രവൃത്തി കാണുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പ്രഘോഷിക്കാൻ പറ്റും. ചില ആളുകളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന ചില അത്ഭുത പ്രവർത്തികൾ കാണുമ്പോൾ അത് പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധ്യമോ? ദൈവം ഇടപെടുന്ന ചില കാര്യങ്ങൾ, ദൈവത്തിന്റെ ചില അത്ഭുത പ്രവർത്തികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കാം, വചനം ശ്രദ്ധിക്കാം. കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം ചിലപ്പോൾ ശരിയാകാതെ പോകും. അപ്പോൾ അവൻ അത് കൊണ്ട് വീണ്ടും തനിക്കിഷ്ടമുള്ള രൂപത്തിൽ മെനയും. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പാത്രം ഉണ്ടാക്കുക. കളിമണ്ണ് ഉപയോഗിച്ച് ഒരു പാത്രം ഉണ്ടാക്കി, അത് ശരിയാകാതെ വന്നപ്പോൾ അത് ഉടച്ചിട്ട് ആ കളിമണ്ണ് ഉടച്ച് വീണ്ടും പഴയ രൂപത്തിലാക്കിയിട്ട് അത് വീണ്ടും അത് അദ്ദേഹം ആഗ്രഹിക്കുന്ന, കുശവൻ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് രൂപം മാറ്റുന്നതായിട്ട് പ്രവാചകനായ ജെറമ്യ കാണുകയാണ്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുക, നമ്മുടെ ആഗ്രഹത്തെ അല്ല, കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. ഞാൻ ആഗ്രഹിച്ച ഒരു ബിസിനസ്സുകാരനായിട്ട് ആ ബിസിനസ്സിൽ വലിയ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ ദൈവത്തിൻ്റെ ലക്ഷ്യം ദൈവത്തിൻ്റെ ശുശ്രൂഷകനായിട്ട് ദൈവസന്നിധിയിൽ മരണത്തോളം നിലനിൽക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം എൻ്റെ ആഗ്രഹത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് എന്നെ തിരികെ കൊണ്ടുവരണമെങ്കിൽ കുശവൻ കഷ്ടപ്പെട്ടതുപോലെ എൻ്റെ ജീവിതത്തിൽ ദൈവം ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ ഈ രൂപത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനായ എന്ന രൂപത്തിൽ ആക്കി തീർക്കുവാൻ ദൈവം ഒത്തിരിയേറെ സഹിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളിലൂടെ ദൈവം കടന്നുപോയി. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം സൃഷ്ടിച്ച് നമ്മളെ സ്നേഹിക്കുക ദൈവം. എന്നിട്ട് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നാ? കുശവൻ ഒരു പാത്രത്തെ സ്നേഹിക്കുക. കാരണം അവൻ ഉണ്ടാക്കി വെക്കുന്ന ഒരു പാത്രം മറ്റൊരാളാണ് ഉപയോഗിക്കാനായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ലക്ഷ്യം അതാ. ഞാനും നിങ്ങളും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പാത്രമായിട്ട് നമ്മളെ രൂപപ്പെടുത്തുവാൻ ദൈവം ഇടയ്ക്കിടയ്ക്ക് ഞാനാകുന്ന ഈ പാത്രത്തെ അവിടുന്ന് മെനഞ്ഞെടുത്ത ഈ പാത്രത്തെ വീണ്ടും അവിടുന്ന് കുഴച്ച് പഴയ രൂപത്തിലാക്കിയിട്ട് വീണ്ടും പുതിയ പുതിയ പാത്രങ്ങളാക്കി അവിടുന്ന് രൂപപ്പെടുത്തുന്നു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൻ്റെ പേരാണ് സഹനം. അപ്പം കളിമണ്ണിട്ട് കുഴച്ച് അതൊരു പരുവത്തിലാക്കി എടുത്തിട്ടാണ് വീണ്ടും അതിന് രൂപം ഭംഗി ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം എന്നെ ഒരു രൂപത്തിൽ ഉണ്ടാക്കി വെച്ചു, അതിനകത്ത് വെള്ളം നിറയുന്നില്ല, പരിശുദ്ധാത്മാവ് നിറയുന്നില്ല. പക്ഷെ ദൈവം എന്ത് ചെയ്തു? അതിനെ വീണ്ടും ഉടച്ചു വാർത്ത് അതിന് ഒരു രൂപഭംഗി വേറെ രൂപത്തിലാക്കി. അപ്പോഴതിനകത്ത് വെള്ളം നിറയാനായിട്ട് തുടങ്ങി. ദൈവത്തിന് ഉപയോഗിക്കുവാൻ പറ്റുന്ന ഒരു പാത്രമാക്കി രൂപപ്പെടുത്തുന്നത് വരെ കളിമണ്ണ് കൊണ്ട് എന്നെ മെനഞ്ഞുകൊണ്ടിരിക്കുക ദൈവം. എന്നെ ഒരു പാത്രമാക്കി മാറ്റുകയും അവിടെ കൊണ്ട് കാണിക്കുക. വ്യക്തമായിട്ട് പ്രവാചകനായ ജെറമ്യയെ കാണുക, ഇങ്ങനെ മാറ്റിമറിച്ചെടുക്കുക നമ്മുടെ ജീവിതത്തെ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ് ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് പോകരുത്, ജഡത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് പോകരുത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ. നമ്മളൊരു കൂദാശ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഒരുങ്ങുക അതിനു വേണ്ടിയിട്ട്. അതിനൊരു മണിക്കൂറിൻ്റെ സമയമുണ്ട്. ആ സമയത്താണ് ദൈവം ആ കൂദാശയുടെ മേൽ തൻ്റെ മഹത്വത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുത്തുക. അത്രയും സമയം ആവശ്യമായിരിക്കും, അത്രയും പ്രാർത്ഥന ആവശ്യമായിരിക്കും, അത്രയും ഉപവാസം ആവശ്യമായിരിക്കും,
അത്രയും സമയം കൊണ്ടാണ് ആ കൂദാശയുടെ മേല് ദൈവം തൻ്റെ മഹത്വത്തിന്റെ പൂർണ്ണത ആ വ്യക്തി ജീവിതങ്ങളിൽ വെളിപ്പെടുത്തുന്നത്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഇസ്രായേൽ ഭവനമേ, ഈ കൊശവൻ ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുതോ എന്ന് കർത്താവ് ചോദിക്കുന്നു. ഇസ്രായേൽ ഭവനമേ, കൊശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് മെനഞ്ഞെടുത്ത് വെച്ചിരിക്കും, നമ്മളെ രൂപപ്പെടുത്തി ദേവാലയത്തിൽ കൊണ്ടുവന്ന് കർത്താവ് വെച്ചിരിക്കുക. എന്തിനു വേണ്ടിയാ? ഇനി ഉടച്ച് വാർക്കുന്നില്ല. ഇതിനുള്ളില് ജലം മാത്രം, പരിശുദ്ധാത്മാവാകുന്ന ജലം ഇതിനകത്ത് നിറഞ്ഞാൽ മാത്രം മതി. മറ്റുള്ളവർക്ക് ഉപകാരമായിട്ടുള്ള ഒരു പാത്രമായിട്ട്. നമ്മളൊരു പ്ലേറ്റ് വെച്ചതിൻ്റെ ഗുണം എന്താ? അതിനകത്ത് ചോറ് വിളമ്പാം. അത് മറ്റുള്ളവർക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധ്യമാവുകയെ. കാനായിലെ കല്യാണ വിരുന്നിൽ ശ്രദ്ധിച്ച് കാലിയായ കൽഭരണിയ, ഉപയോഗശൂന്യമായ കൽഭരണികളിൽ അവർ ജലം നിറച്ചു. അത് മദ്യപാനികൾ എന്തായിട്ട് മാറ്റും അതിനെ? അത് വേറെ നാടൻ സാധനമായിട്ട് മാറ്റും, ഷാപ്പിലെ പാത്രമാക്കി മാറ്റുക. ഈശോ ഉദ്ദേശിക്കുന്നതല്ല. ഞാനാകുന്ന കൽഭരണിയിൽ ജലമാകുന്ന പരിശുദ്ധാത്മാവ് വക്കോളം നിറയപ്പെട്ടാൽ അനേകരത് രുചിച്ച് മേൽത്തരമെന്ന് അവർ പ്രഘോഷിക്കുന്ന ഒരു മണിക്കൂർ ഉണ്ടാകുമെന്ന് ഈശോ വെളിപ്പെടുത്തി തരിക ആദ്യത്തെ അത്ഭുതത്തിലൂടെ. ഇപ്പൊ എന്നെ ഉടച്ചു വാർത്ത് കർത്താവ് ഈ ആലയത്തിൽ കൊണ്ട് വെച്ചിരിക്കുക. ഇതിനുള്ളിൽ ജലം നിറഞ്ഞാൽ മതി. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പാത്രമായിട്ട് അവർക്ക് മേൽത്തര. പരിശുദ്ധ അമ്മയെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി ആവസിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ തിടുക്കത്തില് യാത്ര പുറപ്പെട്ട് എലിസബത്തിന്റെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. ഈ പാത്രത്തിലിരിക്കുന്ന ജലം ആര് കുടിച്ചു? എലിസബത്ത് കുടിക്കുക. അഭിവാദന സ്വരം കേട്ടപ്പോൾ എന്ന് പറയുന്നത് ഈ പാത്രത്തിലെ ജലം കവിഞ്ഞൊഴുകി. അത് കോരിക്കുടിച്ച് വേണ്ടുവോളം കോരിക്കുടിച്ചപ്പോ എലിസബത്ത് പറഞ്ഞു, ഇത് മേൽത്തരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അവിടെ പറയുന്നുണ്ട്, ഇതേ കർത്താവിന്റെ അമ്മ, ദൈവത്തിന്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ലഭിച്ചു? പ്രിയ ദൈവജനമേ, ഞാനും നിങ്ങളും ഭാഗ്യവാനും ഭാഗ്യവതിയുമായി തീരുവാൻ സ്വർഗം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ വെച്ചിരിക്കുക. എത്ര സമയം എടുക്കുന്ന അറിയത്തില്ല. ഇതിനകത്ത് ജലം നിറയണമെങ്കിൽ എത്ര സമയം എടുക്കുന്ന അറിയത്തില്ല. നിറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നിറഞ്ഞു പോകുന്നവരുണ്ട്, അവരിലൂടെ കവിഞ്ഞൊഴുകും. എന്തിനാ വരുന്നേ? ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി വരുമോ? ഞാൻ ഓർക്ക അയർലൻഡിൽ ശുശ്രൂഷ ചെയ്യുന്നൊരു സഹോദരനുണ്ട്. വന്നത് എന്തിനു വേണ്ടിയിട്ടാ? IELTS പാസ്സാകണം. സമയമെടുത്ത് 1.25 വർഷം. നിറഞ്ഞത് പരിശുദ്ധാത്മാവ്. ഇന്ന് അയർലൻഡില് ദൈവിക ശുശ്രൂഷ ചെയ്യുകയാണ്. അദ്ദേഹം വന്നത് IELTS പാസ്സാകാൻ. പക്ഷെ ഇന്ന് ആത്മീയ ശുശ്രൂഷകനായിട്ട്, ദൈവത്തിന്റെ ശുശ്രൂഷകനായിട്ട് അയർലൻഡിലൂടെ ഇന്ന് വചനം പ്രഘോഷിച്ചുകൊണ്ട് നടക്കുന്നു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഞാനാകുന്ന പാത്രത്തെ കർത്താവിന്റെ ആലയത്തിൽ കൊണ്ട് വെക്കുമ്പോൾ ഈ പാത്രത്തിൽ ജലം നിറയും. ആ ജലം നിറയുമ്പോൾ കർത്താവിന്, ദൈവത്തിന് ഉപകാരപ്രദമാകുന്ന ഒരു പാത്രമായിട്ട് ഞാനും നിങ്ങളും മാറ്റപ്പെടുമെന്ന് ഈ ജെറമിയ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുവോ? ആത്മീയ നേട്ടങ്ങൾക്ക് വേണ്ടി. അതാ പരിശുദ്ധ അമ്മ വചനം അമ്മയിലേക്ക് വരും. നമുക്ക് മനസ്സിലായി. അപ്പൊ അമ്മ തിടുക്കത്തിൽ ചോദിക്കുക, ഇത് എങ്ങനെയാ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കപ്പെടും. ജനിക്കാൻ പോകുന്ന നിന്റെ അധരങ്ങളിലൂടെ, നിന്റെ നാവിലൂടെ പ്രഘോഷിക്കപ്പെടാൻ പോകുന്നത് ഉദരത്തിലായിരിക്കുന്ന ശിശുവിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനമാണ്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എന്നിലേക്ക് വന്നാൽ, പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വന്നാൽ ഞാൻ ആരായിട്ട് മാറുകയാ? ദൈവത്തിന്റെ പുത്രനായിട്ട് ഞാൻ മാറ്റപ്പെടുമ്പോൾ എൻ്റെ നിങ്ങളുടെ അധരങ്ങളിലൂടെ വരുന്നത് ദൈവത്തിന്റെ വാക്കുകളാണെന്ന് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ നമ്മുടെ നാവിൽ നിന്ന് വരുന്നത്? പിശാചിന്റെ വാക്കുകളാണോ? ഒരു പ്രശ്നം ഉണ്ടായ, ഒരു വഴക്കുണ്ടായ നാവിൽ നിന്ന് വരുന്നത് ചീത്തയാണോ? അപ്പോൾ അത് ആരാ ഉള്ളിലുള്ളത്? യേശുവാണോ അതോ
അശുദ്ധിയുടെ ആത്മാവായ അശുദ്ധാത്മാവാണോ? ചിന്തിച്ചു നോക്കുക. നമ്മുടെ വാക്ക്, നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ, അതിനെ വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ അധരങ്ങളിലൂടെ വരുന്ന ഓരോ വാക്കുകളെയും വിശുദ്ധീകരിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ബലഹീനതയുടെ മേൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കപ്പെടുമെന്ന് ജെറമിയ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി കരങ്ങളൊന്ന് ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ ഭവനെ കുശവൻ ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുതോ എന്ന് കർത്താവ് ചോദിക്കുന്നു. ഇസ്രായേൽ ഭവനമേ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ. ഏതെങ്കിലും ഒരു ജനതയോ ഒരു രാജ്യത്തെയോ ഉന്മൂലനം ചെയ്യുമെന്നും തകർത്ത് നശിപ്പിക്കുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അതിനോട് ഞാൻ ഉദ്ദേശിച്ചിരുന്ന വിനാശത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. അനുതപിച്ചാൽ, തിരിച്ചു വന്നാൽ, ഈ ബലഹീനതകളുടെ മേല് ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കപ്പെടാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിത്യനാശത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കുമെന്ന് സുവിശേഷം നമുക്ക് ഉറപ്പ് തരുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ, അത്യുന്ന ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടാൽ വരാനിരിക്കുന്ന വിനാശങ്ങളെ ദൈവം നമ്മളിൽ നിന്ന് പിൻവലിക്കും. യോനായെ അയക്കുക ആ ദേശത്തിന് വേണ്ടി. അവിടെ പാവം പെരുകി, മദ്യപാനം പെരുകി, ചില തിന്മയുടെ പ്രവർത്തികളെല്ലാം പെരുകി, അവിടെ അശുദ്ധിയിലായി ജനം മുഴുവൻ അവിടെ നശിച്ചു പോവുക. അപ്പോൾ അവിടെ ആ സ്ഥലത്തേക്ക് അയക്കുന്ന പ്രവാചകനെ അയക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരെയും ദൈവം തെരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് ചില കുടുംബങ്ങളുടെ, ചില ദേശത്തുണ്ടാകുന്ന സർവനാശത്തിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം ഞാനാകുന്ന കൽഭരണിയെ പരിശുദ്ധമായ ദേവാലയത്തിൽ കൊണ്ട് വെച്ചിട്ട് ആ കൽഭരണിയിൽ ജലമാകുന്ന പരിശുദ്ധാത്മാവിനെ നിറച്ചുകൊണ്ട് അതിലൂടെ അനേകർക്ക് വിടുതൽ കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് പ്രഭാഷക ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ശിഷ്യന്മാരെ അയക്കുക ദൈവം. ഒരു ദേശത്ത്, ഒരു രാജ്യത്ത്, ഒരു ദേശത്ത് വരാനിരിക്കുന്ന അനർത്ഥങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ പ്രവാചകനായ യോനായെ അയക്കുക. ജെറമിയ, എസെക്കിയേലിനെ, പല പ്രവാചകന്മാരെ ദൈവം അയച്ചു. എന്തിനു വേണ്ടിയാ? സർവനാശത്തിൽ നിന്ന് വിടുവിക്കുവാൻ. അവസാനം ദൈവം സ്വപുത്രനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച് ആ പുത്രനിലൂടെ നാശത്തിലേക്ക് കടന്നു പോകുന്ന ദൈവജനത്തെ അവിടുന്ന് വിടുവിച്ച് ആ പുത്ര സാന്നിധ്യത്തിൽ നിലനിർത്തി എന്നാണ് സുവിശേഷം നമ്മളോട് പറയുന്നത്, വചനം നമ്മളോട് പറയുന്നത്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഏതെങ്കിലും ഒരു ജനതയോ ഒരു രാജ്യത്തെയോ പടുത്തുയർത്തുമെന്ന്, നട്ടുവളർത്തുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ, ഞാൻ ആ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്ന് ദൈവം പ്രഖ്യാപിച്ചിരിക്കെ, ആ ജനത എൻ്റെ വാക്ക് ചെവിക്കൊള്ളാതെ എൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനോട് പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നന്മയെക്കുറിച്ച് ഞാൻ അനുതപിക്കും. കർത്താവ് പറയുക. നമ്മൾ അനുതപിച്ചാലോ അനുഗ്രഹം കിട്ടും. അനുഗ്രഹിക്കപ്പെടാനിരിക്കുന്ന ഒരു കുടുംബം പാപത്തിലേക്ക് നയിക്കപ്പെട്ടാൽ, ഇവിടെ ഒരു കൂദാശ സ്വീകരിക്കുന്ന ഒരു ഭവനത്തില് മദ്യം വിളമ്പിയാൽ, കർത്താവ് പറഞ്ഞിട്ടുണ്ട് 84 വചനങ്ങളിലൂടെ കർത്താവ് ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് മദ്യപാനം പാപമാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കും. അത് സർവനാശത്തിലേക്ക് പോകും. നീ കീറത്തുണി ഉടുക്കേണ്ടി വരുമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരുടെ കൽപ്പിച്ചിരിക്കുന്ന കാര്യം ഈശോ നേരിട്ട് പറഞ്ഞു. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് നിബന്ധിക്കാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഈശോ ദൈവജനത്തോട് ആഹ്വാനം ചെയ്തു. ഈ 84 വചനങ്ങൾ ഒരു കുടുംബത്തില് ഒരു കുടുംബനാഥൻ ലംഘിക്കുവാനായിട്ട്, അത് ലംഘിക്കപ്പെടുവാൻ കാരണമായെങ്കിൽ ആ കുടുംബത്തിന് മേൽ ആ കൂദാശയുടെ സമയത്ത് നൽകപ്പെടാനിരിക്കുന്ന ആ അനുഗ്രഹത്തെ ഓർത്ത് ദൈവം അനുതപിക്കും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? പിശാച് ദുഷ്പ്രേരണ തരും. പിശാച് ദുഷ്പ്രേരണ, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് വ്യതിചലിക്കുവാനായിട്ട് സാത്താൻ നമുക്ക് ദുഷ്പ്രേരണ തന്ന ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകും.
പിശാച് വഴിതിരിച്ചു വിടും. പ്രലോഭകൻ നമ്മളെ വഴിതിരിച്ചു വിടും. നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുക, ദൈവസ്വരം കേൾക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുവാൻ, ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ശ്രദ്ധാപൂർവ്വം നമ്മൾ വീക്ഷിച്ചുകൊണ്ട്, ഇവിടെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുക. അവിടെ ചെല്ലാൻ പറഞ്ഞു, കൊശവന്റെ വീട്ടിൽ ചെല്ലും. പാത്രം മെനഞ്ഞെടുത്തു, അമ്മയുടെ ഉദരത്തില് ഉരുവാക്കിയത് ദൈവമാണെന്ന് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവത്തിന്, മകനെ നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയത് ഞാനാണെന്ന് ദൈവം പറയുന്നു. അവൻ കേവലം ബാലനാണെന്ന് പറഞ്ഞ് ഈ സുവിശേഷ ഈ വചനഭാഗങ്ങൾ ഇസ്രായേൽ ജനത്തോട് പ്രഘോഷിക്കുവാൻ ജെറമിയ പ്രവാചകനെ ദൈവം വിളിക്കുമ്പോൾ ജെറമിയ പ്രവാചകൻ പറയുന്നുണ്ട്, ഞാൻ കേവലം ബാലനാണ്, അതിനുള്ള പാടവം എനിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ നാവിലേക്ക് വചനം വെച്ചു കൊടുത്തുകൊണ്ട് പ്രവാചകനായ ജെറമിയയെ ശക്തിപ്പെടുത്തിയ ഒരു ദൈവം നമ്മുടെ ദൈവം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? നമ്മളെ ഈ ശക്തിപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുടുംബത്തിലെ, ഒരു ദേശത്ത് വരാനിരിക്കുന്ന അനർത്ഥങ്ങളെ കുറിച്ച് മുൻകൂട്ടി പ്രവചിക്കുവാൻ പ്രവാചകന്മാരെ ദൈവം ദേശത്ത് ആ കാലഘട്ടത്തിൽ ഉയർത്തിയിരുന്നു. ഇന്ന് ശുശ്രൂഷകരെ, ഇന്ന് പുരോഹിതന്മാരെ ദൈവം ഒരു ദേശത്ത് വരാൻ, കുടുംബത്തിൽ വരാൻ, വ്യക്തിപരമായിട്ട് വരാനിരിക്കുന്ന അനർത്ഥങ്ങളെ കുറിച്ച് പ്രഘോഷിക്കുവാനായിട്ട്, അവരെ ആ തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ പ്രവാചകന്മാരെ ഇന്നും ദൈവം തെരഞ്ഞെടുത്ത് ദേശത്ത് ഉയർത്തുന്നുണ്ട്. കരമുയർത്തുന്നുണ്ട്. സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? നമ്മുടെ കുടുംബത്തിന് ബന്ധനത്തിൽ നമ്മളെ കുടുംബം മോചിപ്പിക്കപ്പെടണം. ബന്ധനം എന്ന് പറയുന്നു, പ്രശ്നം എന്ന് പറയുന്നു, അടിക്കടി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, കുടുംബത്തിൽ മാനസിക രോഗങ്ങൾ, കുടുംബത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ഗർഭചിത്രങ്ങൾ, നിരവധി പ്രശ്നങ്ങളാ, വിവാഹ തടസ്സങ്ങൾ. ഒരമ്മ അറിഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞ് ഒരു കാര്യമാണ്, 38 വയസ്സായി മകന് കല്യാണം നടക്കുന്നില്ല. ക്യാൻസർ രോഗങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, മരുന്ന് മേടിക്കാനായിട്ട് സാമ്പത്തികമില്ലാത്ത ദുരവസ്ഥകളിലൂടെ കടന്നു പോവുക. ഈ വിനാശങ്ങൾ കടന്നു വരുന്നതിൻ്റെ അടിസ്ഥാന കാരണം കുടുംബത്തിൽ ചെയ്തു പോയിരിക്കുന്ന ചില പാപത്തിൻ്റെ ബന്ധനങ്ങളാണ്. ഇത് തകർക്കപ്പെടണമെങ്കിൽ ഞാനാകുന്ന കൽഭരണിയിൽ ജലമാകുന്ന പരിശുദ്ധാത്മാവ് വക്കോളം നിറയപ്പെട്ടാൽ അത് മേൽത്തരമായിട്ട്, കുടുംബത്തിന് അനുഗ്രഹമായിട്ട്, അപമാനങ്ങൾ നീക്കുന്ന അനുഗ്രഹമായിട്ട് ഞാനും നിങ്ങളും മാറ്റപ്പെടുമെന്ന് സുവിശേഷം നമുക്ക് ഉറപ്പ് തരുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ജനത എൻ്റെ വാക്ക് ചെവിക്കൊള്ളാതെ എൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനോട് പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നന്മയെക്കുറിച്ച് ഞാൻ അനുദപിക്കും. അതുകൊണ്ട് യൂദയായിലെ ആളുകളോട്, ജെറുസലേം നിവാസികളോടും പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങൾക്കെതിരെ അനർത്ഥം കരിപ്പിടിപ്പിക്കുന്നു, നിങ്ങൾക്കെതിരെ ഒരു പദ്ധതി നനച്ചിരിക്കുന്നു. ഓരോരുത്തരും അവനവൻ്റെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയട്ടെ, നിങ്ങളുടെ വഴികളും പ്രവൃത്തികളും തിരുത്തുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വഴികളും, ഇത് സ്നാപകൻ സുവിശേഷ വചനം പ്രഘോഷിച്ചപ്പോൾ കർത്താവിന് വഴിയൊരുക്കാൻ വേണ്ടിയിട്ട് സ്നാപകൻ വിളിച്ചു പറയുന്നുണ്ട്. അണലി സന്തതികൾ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. മലകൾ നിരപ്പാക്കാൻ പറയുന്നുണ്ട്. ഈ കുന്നുകൾ നിരപ്പാക്കാൻ പറയുന്നുണ്ട്. പരിപരുത്തുവ മൃദുലമാക്കാൻ പറയുന്നുണ്ട്. അവിടെയൊക്കെ നിലവിളിച്ചവര്, ആഗ്രഹിച്ചവര്, കഠോര ഹൃദയമുള്ളവര് ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വ്യാപരിക്കപ്പെട്ടപ്പോൾ, പ്രിയ ദൈവജനമേ, ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആത്മാവ് വ്യാപരിച്ചപ്പോൾ അവർ മാനസാന്തരപ്പെട്ടപ്പോഴാണ് അണലി സന്തതികളെ ആസന്നമായ ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് ഓടിയകലുവാൻ നിങ്ങളോട് ആര് പറഞ്ഞു എന്ന് സ്നാപകൻ വിളിച്ചു പറഞ്ഞത്. വചനം കേൾക്കുമ്പോൾ, ആത്മാവ് വ്യാപരിക്കപ്പെടുമ്പോൾ വരാനിരിക്കുന്ന അനർത്ഥങ്ങളെ പിന്തിരിപ്പിക്കുന്ന അനുതാപത്തിൻ്റെ ദൈവിക കൃപ ദൈവജനത്തിൻ്റെ മേൽ വെളിപ്പെടുമെന്ന് സുവിശേഷം നമുക്ക് ഉറപ്പു തരുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അപ്പം നമുക്ക് ആവശ്യമുള്ള എന്താ? മാനസാന്തരമോ? അല്ലേ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. പാത്രം റെഡിയാ, പക്ഷെ ആഗ്രഹിച്ചാൽ മാത്രമേ, ഇത് കൊണ്ടുവച്ചാൽ മാത്രമേ ഈ ഇതിലേക്ക് എന്ത് വരത്തുള്ള, അതിനകത്ത് ആവശ്യമുള്ളത് നിറയപ്പെടുത്തുള്ളൂ. ഇപ്പൊ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിൻ്റെ പദ്ധതിയാണ്, ഐശ്വര്യത്തിൻ്റെ പദ്ധതിയാണ്. ഈ ഐശ്വര്യത്തിൻ്റെ പദ്ധതി, ഈ ക്ഷേമത്തിൻ്റെ പദ്ധതി എന്നിൽ നിറവേറണമെങ്കിൽ ഞാൻ വെക്കേണ്ടിടത്ത്, ഈ അനുഗ്രഹം ഒഴുകി വരുന്നിടത്ത് ഈ പാത്രം കൊണ്ട് വെച്ചാൽ മാത്രമേ ഉള്ളൂ സംഭവിക്കത്തുള്ളൂ.
ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഒരു കൊച്ചു ഓടി വരുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഭക്ഷണ സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ കൈ കൊടുക്കണമെങ്കിൽ അതിൻ്റെ കൈ കളിച്ചിട്ട് വരുന്നത്. അതിൻ്റെ കൈ മലിനമാണ്, അല്ലെങ്കിൽ കരിപിടിച്ച കൈയാണ്. അത് ഓടി വരുമ്പോൾ നമ്മൾ കൊടുക്കാറില്ല. പക്ഷെ നമ്മൾ എന്ത് പറയും? കഴുകിയിട്ട് വരാൻ പറയും. ഇപ്പോൾ കൊച്ചു ഓടിപ്പോകും, സോപ്പിൻ്റെ അടുത്ത് പോയി സോപ്പയിലൊക്കെ തൊട്ടിട്ട് പെട്ടെന്ന് കഴുകും, ഓടി വരും. അന്നേരം നമ്മൾ പറയും, സോപ്പ് പോയിട്ടില്ല മോനെ, അല്ലെ മോളെ, നീ ഓടിപ്പോയി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് വരാൻ പറയും. ഈശോ ദൈവം പറയുന്നത് അത് തന്നെയാ. നീ വൃത്തിയായാൽ ഞാൻ ഈ പാത്രത്തിലേക്ക് ആവശ്യമായത് മുഴുവൻ നൽകുമെന്ന് ജെറമിയ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഓർമ്മപ്പെടുത്തുകയും. ഈശോ പ്രിയപ്പെട്ട, നമ്മൾ പ്രാർത്ഥിച്ചു, ഈശോയുടെ തിരുവിലാൽ തൊഴുന്ന തിരുരക്തം കൊണ്ട് എന്നെ കഴുകണേന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനാകുന്ന ഈ കൽഭരണിക്ക് ഉള്ളിലിരിക്കുന്ന ചില അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകേണ്ടത്. ഈ ഭരണി വൃത്തിയാകണം. വൃത്തിയായ മാത്രമേ ഉള്ളൂ ഇതിനകത്തോട്ട് പരിശുദ്ധാത്മാവുന്ന ജലം, ഈ ജലം ഒഴുക്കി വെക്കണമെങ്കിൽ ഇത് വൃത്തിയാകണം. ഇവിടെ നമ്മൾ ധ്യാനത്തിൻ്റെ സമയത്ത് കുംഭസാരം എന്ന കൂദാശയിലൂടെ നമ്മൾ കടന്നുപോയതിന് ശേഷമാണ് പിന്നെ ആത്മീയ ശുശ്രൂഷകൾ മുന്നോട്ട് പോകുന്നത്. അവസാനം ഒരു അഭിഷേക പ്രാർത്ഥനയുണ്ട്. ഈ അഭിഷേക പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയപ്പെടുവാൻ കർത്താവിൻ്റെ ശുശ്രൂഷകർ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിൻ്റെ പുരോഹിതർ പ്രാർത്ഥിക്കുമ്പോൾ, ഈ ആത്മാവിനാൽ ഉള്ളിൽ നിറയപ്പെടണമെങ്കിൽ ഇത് കഴുകപ്പെടണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ അല്ലെ മൂന്നാമത്തെ ദിവസത്തിൽ കുംഭസാരം എന്ന കൂദാശയിലൂടെ ഈ പാത്രം, ഈ ഭരണി നന്നായിട്ട് വൃത്തിയാക്കി വെക്കുക. എന്തിനു വേണ്ടിയാ? പരിശുദ്ധാത്മാവ് ദൈവാനുഗ്രഹം ഇതിലേക്ക് വന്ന് നിറയപ്പെടുവാൻ വേണ്ടി. ആവശ്യമായത് മുഴുവൻ നിറയപ്പെടുവാൻ വേണ്ടി. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിച്ച് നന്നായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയുന്നു, ശക്തി വ്യാപരിക്കപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിച്ച് സ്വരമുയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 1 മുതൽ 9. അപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നതിന് ശിക്ഷാവിധി ഇല്ല. പരിശുദ്ധ കുർബാന എന്തിനു വേണ്ടിയിട്ടാ? ആ ശരീരവും രക്തവും ആത്മാവും ജീവനുമായിട്ട് ഐക്യപ്പെടാൻ വേണ്ടിയിട്ടാ. യേശുവുമായിട്ട്, വചനവുമായിട്ട് ഐക്യപ്പെടുന്നവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സകല സഹനങ്ങളെയും വേദനകളെയും കൂടെ നിന്ന് ഏറ്റെടുക്കുന്ന ഒരു ദൈവത്തെയാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. പുത്രനെ വെളിപ്പെടുത്തി തന്നിരിക്കുക. പുത്രനെ അറിയുന്നവൻ പിതാവിനെ അറിയുക, പുത്രനെ അനുഭവിക്കുന്നവൻ പിതാവിനെ അനുഭവിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതാ ഈശോ എന്ന് അറിയാൻ. നമ്മൾ പുറത്തു പോയി അവിടുത്തെ സുഖം അറിയാനായിട്ടല്ല, ഈശോയെ സുഖലോലുവത നന്നായിട്ട് ജീവിക്കാനേ പോകുന്നു. വിദേശത്ത് വന്നതിനേട്ടാ നന്നായിട്ട് ജീവിക്കാൻ. എന്നൊരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ പ്രാർത്ഥിക്കണം. UK പ്രാർത്ഥിച്ചു അവിടെ ചെന്നാ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ജോലിക്ക് മൊത്തം പ്രശ്നമായിരുന്നു. പ്രശ്നം കഴിഞ്ഞപ്പോൾ ഒരുമാതിരി തെളിമയൊക്കെ ആയ സമയത്ത് ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ പ്രാർത്ഥിക്കണം, കൊച്ചിനെ ഏതാണ്ട് ഒരു ജീവി കടിച്ചു. എന്നുവെച്ചാൽ ഇവരെ കൊണ്ടുപോയതാ, എൻ്റെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയതാ. അപ്പോൾ ഏതോ ഒരു കൂടിനകത്തത് കൈയിട്ട് അതിനെ കടിച്ചു. കുഴപ്പമുണ്ടോയെന്ന് അറിയത്തില്ല. കടിക്കുന്നതിന് ഒരു 2-3 മണിക്കൂർ മുമ്പ്, അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പ് ചേച്ചി 2-ാം നിലയുടെ മുകളിൽ നിന്ന് സ്റ്റെയർ കേസിന് സ്റ്റെപ്പിലൂടെ തെന്നിപ്പറഞ്ഞ് താഴോട്ട് പോകും. എന്താണെന്നറിയത്തില്ല. ആരെ ഓർക്കാനാ? ഈശോ ഓർക്കാൻ. ഓർത്തോ? ഈശോ ഓർത്തു. ഈശോ ഓർത്തപ്പോൾ ആരോ വിളിച്ചു, ഒന്ന് പറയണേ, ഇന്നത്തെ ആരാധനയിൽ ഈശോയോട് പറയണേ ഞങ്ങളെ സംരക്ഷിക്കാനായിട്ട്. ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോ അവിടുത്തോട് ഐക്യപ്പെടുവാൻ. അവിടുത്തോട് ഐക്യപ്പെടുമ്പോൾ അവൻ്റെ മേൽ വരാനിരിക്കുന്ന ശിക്ഷാവിധികളെ ദൈവം മാറ്റി നിർത്തും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയിരിക്കുന്നു. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പിടിയിൽ നിന്ന് നിന്നെ ദൈവം സ്വതന്ത്രമാക്കിയിരിക്കുന്നു. പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയിട്ട് മരണത്തിൻ്റെ പിടിയിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കുക. പാപം എങ്ങോട്ട് കൊണ്ടുപോകുന്നു? മരണത്തിലേക്ക്. പാപം മരണത്തിലേക്ക് കൊണ്ടുപോകുക. ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയുമ്പോൾ
ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ യാത്ര മരണത്തിലേക്കാണെന്ന് പൗലോസ് ശ്ലീഹ വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടെ തന്നെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തെ ശിക്ഷയ്ക്ക് വിധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൽ ചില രോഗങ്ങൾ, പാപം ചെയ്തതിലൂടെ ചില രോഗങ്ങൾ രംഗപ്രവേശനം ചെയ്യും. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടി ചില രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കപ്പെടും. ഈ മഹത്വം വെളിപ്പെടണമെങ്കിൽ നമ്മൾ വചനം കേട്ട് ദൈവമായ കർത്താവിനെ ആരാധിച്ച് ദൈവത്തെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, രക്തസ്രാവക്കാരി ആഗ്രഹിച്ചു, അവനിൽ നിന്ന് അപ്പോൾ തന്നെ ശക്തി പുറപ്പെട്ടു എന്ന സുവിശേഷം നമ്മെ ഓർമ്മപ്പെടും. ആഗ്രഹിച്ച മാത്രം മതി. ഈശോയെ ഈശോയെന്ന് കിട്ടാൻ വേണ്ടി. ഈശോ വന്നാൽ നമ്മൾ ആരായിട്ട് മാറുക? പിതാവിനെ സാക്ഷ്യം വഹിക്കുന്ന പുത്രനായിട്ട് നമ്മൾ മാറ്റപ്പെടുക. ആർക്കും ആഗ്രഹമില്ല. നമ്മുടെ ബുദ്ധിയുടെ തലങ്ങളിൽ അതിനുള്ളിലുള്ള അന്ധകാരത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ വ്യാപരിക്കപ്പെടും. ബുദ്ധിയുടെ തലം ചിന്തിക്കും. ഇങ്ങനെ പോയി പഠിക്കാം, കുറേ മണിക്കൂർ നിന്ന് പഠിക്കാം, ഒന്നും സംഭവിക്കത്തില്ല. ഈ വചനഭാഗം, ഇപ്പം ഞാൻ പ്രഘോഷിക്കുന്ന വചനഭാഗം, പ്രിയ ദൈവജനമേ, ഇവിടെ നിന്നതിന് ശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധ എന്നോട് കൊശവൻ്റെ കാര്യം പറയാൻ പറഞ്ഞു. ഈ കൊശവൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരു ശിക്ഷാവിധി ദേശത്തേക്ക് വരുന്നുണ്ട്. ആ ശിക്ഷാവിധിയിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെടണമെങ്കിൽ അവൻ്റെ ആ നമ്മുടെ ബലഹീനമായ ശരീരത്തെ അവൻ ഏറ്റെടുത്തുകൊണ്ട് ആ ബലഹീന ശരീരമായിട്ട് അവൻ്റെ ശരീരം മാറ്റപ്പെട്ടത് എൻ്റെ ശരീരത്തെ ബലഹീനതകളെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനാ സ്വതന്ത്രമാകണം. ബലഹീനമായ ശരീരത്തെ അതിനെ പ്രാർത്ഥിക്കണം. ഈ ബലഹീനത എടുത്തു മാറ്റപ്പെടണം. എൻ്റെ മാത്രമല്ല, നിങ്ങളുടെ മാത്രമല്ല, ലോകം മുഴുവനുള്ള സകല ജനത്തിൻ്റെയും ബലഹീനത ദൈവം ഏറ്റെടുത്താണെങ്കിൽ സകല ബലഹീനതകളെയും അവൻ ഏറ്റെടുത്തിരിക്കും. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഈ കടന്നു വരുന്ന ജനത്തിൻ്റെ മേൽ വന്നിരിക്കുന്ന പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും പൈശാചികതയുടെയും അടിമത്തത്തിൽ നിന്ന് ഇവരെ സ്വതന്ത്രമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മാവിൻ്റെ ശക്തിയെ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവജനം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു കുടുംബനാഥൻ മധ്യസ്ഥ പ്രാർത്ഥനയിലുള്ളവർ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ബലഹീനതയുടെ മേൽ വെളിപ്പെട്ടിരിക്കും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടെ തന്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തെ ശിക്ഷയ്ക്ക് വിധിച്ചു. ഇത് ശരീരത്തിന്റെ പ്രവണതയ്ക്ക് അനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിന്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടി ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ശരീരത്തിൽ ശിക്ഷാവിധി ഏറ്റെടുത്തത് നമ്മൾ കർത്താവിൻ്റെ കൽപ്പനകൾ, പ്രമാണങ്ങൾ, വചനങ്ങൾ നമ്മൾ അനുസരിക്കുവാനായിട്ടാണ്. അവൻ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവൻ്റെ പരിശുദ്ധമായ ശരീരം പകുത്തു നൽകിക്കൊണ്ട് ആ ശരീരത്തിൽ ബലഹീനത നിലനിൽക്കത്തില്ല എന്ന് റോമാലേഖനത്തിലൂടെ പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ ശരീരമാണ് ഞാൻ സ്വീകരിച്ചതെങ്കിൽ, ആ ശരീരത്തിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ, യേശുവിൻ്റെ ആത്മാവിലാണ് ഞാൻ വ്യാപരിക്കുന്നതെങ്കിൽ, ഒരു പാപത്തിനും എൻ്റെ ശരീരത്തിൽ എന്നെ അടിമപ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? നമ്മുടെ പ്രശ്നം എന്നാ? ബലഹീനതയാണ്. ഇത് ഈശോ ഏറ്റെടുത്താ. ഈ ബലഹീനത ഏറ്റെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാതെ ആ ബലഹീനത ജീവിക്കാനല്ല. എൻ്റെ ബലഹീനത എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ കുടുംബജീവിതത്തിൻ്റെ, എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ, എൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിരിക്കുന്ന എൻ്റെ പാപത്തിൻ്റെ ബന്ധനങ്ങൾ ദൈവം ഏറ്റെടുത്താൽ ആ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് എന്നെ സ്വതന്ത്രമാക്കിയാൽ ദൈവം എനിക്ക് ആത്മീയ, ഭൗതിക, ശാരീരിക, സാമ്പത്തിക മേഖലയിൽ സമൃദ്ധി നൽകുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന് പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കരമുയർത്തുന്നു, സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം, അടിമത്തത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ട ഇസ്രായേൽ ജനം ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് വസിച്ചുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനം പോയത് എവിടെയാ? അടിമത്തത്തിൻ്റെ ഭവനമായി ഈജിപ്തിൽ ചെല്ലുക.
അവിടെ കിടന്ന് നിലവിളിച്ചപ്പോൾ ഒരു പ്രവാചകനെ അയച്ചിട്ട് ആ പ്രവാചകന്റെ വാക്കുകൾ ശ്രദ്ധിച്ച് കടന്നുപോയി ഇസ്രായേൽ ജനത്തെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത് 40 സംവത്സരമാണ്. ഒരു ദിവസം കൊണ്ടൊന്നും നമ്മൾ കാനാൻ ദേശത്ത് കയറത്തൊന്നുമില്ല. നിരന്തരമായ പ്രാർത്ഥന. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ പോവും, മടിയാ. ചിലപ്പോൾ അലസ. ഇന്ന് മഴ കണ്ടപ്പോൾ ഒത്തിരി പേര് വീട്ടിലിരുന്നു പോയി. ഇതിനെ അതിജീവിക്കുന്നതാണ് കൃപ. ഈ വചനം ഇവർക്ക് അടുത്ത ആഴ്ച കിട്ടത്തില്ല. ഈ വചനം ഇന്ന് ഈ സമൂഹത്തിന് വേണ്ടി ദൈവമായ കർത്താവ് തന്നിരിക്കുന്ന ഈ വചനം അത് സ്വീകരിക്കുന്ന ഓരോ വ്യക്തികളും വിശുദ്ധീകരിക്കപ്പെടുക. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പാപബന്ധനങ്ങൾ അഴിയപ്പെടുക, കെട്ടുകൾ അഴിയപ്പെടുക, അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്ന മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുക. ഈ വചനം സ്വീകരിക്കുന്നില്ലെങ്കിലോ മഴ തടസ്സമായി, ഒരു രണ്ടൊന്ന് ഇടി കുടുങ്ങി. ഇതൊന്നും അല്ല. പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് യോനാ പോയി വചനത്തിൽ നിന്ന് വ്യതിചലിച്ചു. മഴയാണെങ്കിലും വെയിലാണെങ്കിലും മത്സ്യത്തിൻ്റെ ഉദരത്തിലാണെങ്കിലും നിലവിളിച്ച് ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രശ്നം പരിഹരിച്ച് അത് സ്മൂത്താക്കി നമ്മളെ ചെയ്യേണ്ട ജോലി ദൈവം ചെയ്യിപ്പിച്ചിരിക്കും. കഷ്ടപ്പാടുണ്ടില്ല, ഇല്ലെന്നല്ല. ബസ് കിട്ടണമെന്നില്ല, വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്, രാത്രിയിൽ കാഴ്ചയില്ല, അതുകൊണ്ട് രാത്രി വരാൻ പറ്റത്തില്ല, പകലും എല്ലാം ഉണ്ട് ശുശ്രൂഷ, എല്ലാം ഉണ്ട്, രാത്രിയിലുണ്ട് പകലും എല്ലാം ഉണ്ട്, ഏത് സമയത്തുണ്ട്. രാത്രി സുഖ, ലൈറ്റ് കോഫിയുള്ള ശുശ്രൂഷ, കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറ്റും, ആ സുഖമുണ്ട്. അങ്ങനെയുള്ളവർക്ക്, ബുദ്ധിമുട്ടുള്ളവർക്ക് പിന്നെ സാധ്യത ദൈവം തെളിച്ചു വെച്ചിരിക്കുക. ഈ സാധ്യതകളെ ഇടതടവില്ലാതെ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുമ്പോഴാണ് ദൈവം തൻ്റെ മഹത്വം നമ്മൾ വെളിപ്പെടുത്തുന്നത്. ഈ പാപ വിട്ടുപോകണം, പൈശാചിക വിട്ടുപോകണം, ദുഷ്പ്രവർത്തികൾ വിട്ടുപോകണം, അശുദ്ധി വിട്ടുപോകണം, നുണ പറയുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകണം, ദുശീലങ്ങൾ അകന്നു പോകണം, ദുശാഠ്യങ്ങൾ അകന്നു പോകണം, അരിശം പോകണം, ദേഷ്യം പോകണം, ഭിന്നത പോകണം, അന്ധവിശ്വാസങ്ങൾ കെട്ടഴിഞ്ഞു പോകണം. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കപ്പെടണം, കഴുകപ്പെടണം. വീണ്ടും വീണ്ടും കഴുകപ്പെടുമ്പോൾ സ്വർണം ഒലയിൽ ശുദ്ധി ചെയ്യുന്ന പോലെ, തീയില് അഗ്നിയിൽ ശോധന ചെയ്യപ്പെടുന്ന പോലെ ഓരോ വ്യക്തിയും വചനത്താൽ ശോധന ചെയ്യപ്പെടുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ പാപത്തിൻ്റെ ബന്ധനങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും. ദൈവത്തിൻ്റെ പദ്ധതി നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കും, ആത്മാവിൻ്റെ അഭിഷേകം നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ ആഗ്രഹം ഒന്നുമല്ല, ദൈവത്തിൻ്റെ പദ്ധതി അല്ലാതെ ഒന്നും നിറവേറത്തില്ല. നമ്മുടെ ആഗ്രഹം നിറവേറി ഒന്നും സംഭവിക്കത്തില്ല. ദൈവത്തിന് വിട്ടുകൊടുക്കുക. ആ സമയവും ആ മണിക്കൂറും അതെല്ലാം കാത്തിരുന്ന് പ്രാർത്ഥിക്കും. ചെങ്കടൽ വിഭജിച്ചൊരു സമയമുണ്ട്, മന്ന വർഷിച്ചൊരു സമയമുണ്ട്, കാടപ്പക്ഷി അയച്ചൊരു സമയമുണ്ട്, കയ്പ് മാറിയൊരു സമയമുണ്ട്, പാറ പിളർന്നൊരു സമയമുണ്ട്, ജോർദാൻ വിഭജിക്കപ്പെട്ട ഒരു സമയമുണ്ട്. അത് ദൈവത്തിൻ്റെ സമയമാണ്. അവരവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കാത്തിരിക്കേണ്ടതിനാ? ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നാൽ ദൈവം അത് മുഴുവൻ ക്രമീകരിച്ചിരിക്കും. നമ്മുടെ പദ്ധതിക്ക് അനുസരിച്ച് പോയാൽ ഒന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് ദിവസം എഴുന്നേറ്റ് നിൽക്കാം, നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവൻ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവനാട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും നയിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയരട്ടെ, സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവമായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ദൈവത്തിന്റെ അത്ഭുത ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. കൃപയ്ക്ക് മേൽ കൃപ ചൊരിഞ്ഞുകൊണ്ട് ദൈവം തന്റെ മഹത്വം ഇസ്രായേൽ ജനത്തിന്റെ മേല്, തന്റെ മക്കളുടെ മേല്, ദൈവത്തിന്റെ മകന്റെ മേല്, മകളുടെ മേല് അവിടുന്ന് തന്റെ സാന്നിധ്യത്തിന്റെ ശക്തി പ്രകടമാക്കുന്ന നിമിഷത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഹൃദയപൂർവ്വം ദൈവമായ കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ പുരോഹിതൻ വിശുദ്ധ ജലത്താല് ദൈവജനത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവമായ കർത്താവിനെ ആരാധിക്കുവാനുള്ള ആ ദൈവാനുഗ്രഹം വെളിപ്പെടുന്ന ആ മണിക്കൂറിലേക്ക് ദൈവത്തിന്റെ പുരോഹിതൻ ദൈവജനത്തെ ഒരുക്കുന്ന സമയമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥനാപൂർവ്വം
കർത്താവിന്റെ പരിശുദ്ധമായ ജലം നിങ്ങളുടെ മേൽ തളിക്കപ്പെടുമ്പോൾ പൗരോഹിത്യ അധികാരത്തിന്റെ ശക്തി നിങ്ങളിൽ വെളിപ്പെടുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി സ്വരം ഉയർത്തി സ്തുതിച്ച് ജോർദാൻ വിഭജിക്കപ്പെടുന്ന സമയത്ത് ലേവ്യ പുരോഹിതൻ ഉള്ളങ്കാല പ്രിയ ദൈവജനമേ അവിടെ കരകവിഞ്ഞൊഴുന്ന ജോർദാനെ സ്പർശിച്ചപ്പോ ജോർദാൻ അവിടെ വിഭജിക്കപ്പെട്ടു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ പുരോഹിതൻ വിശുദ്ധ ജലത്താൽ വിശുദ്ധീകരിക്കുന്ന സമയത്ത് വലിയ അത്ഭുതങ്ങള്, വലിയ അടയാളങ്ങള് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഭവന പരിസരങ്ങളിൽ നിന്ന്, വ്യക്തി ജീവിതങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് സത്താനിക ശക്തികൾ വിട്ടൊഴിഞ്ഞു പോകുന്നു എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവജനം കരമുയർത്തി നിങ്ങളുടെ മേലും നിങ്ങളുടെ മക്കളുടെ മേലും ആധിപത്യം പുലർത്തുന്ന ചില ജഡിക പ്രവണതയുടെ ദുഷ്ടാത്മാക്കള്, രോഗത്തിന്റെ ചില അടിമത്വങ്ങള് ഭവനങ്ങളിൽ നിന്ന്, വ്യക്തി ജീവിതങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, ദേശത്തു നിന്ന് കെട്ടഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ വിശുദ്ധ ജലത്താൽ ഭവനത്തെ വിശുദ്ധീകരിക്കണമേ, വ്യക്തി ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ, കൃഷിയിടങ്ങളെ വിശുദ്ധീകരിക്കണമേ, ജോലി സ്ഥലങ്ങളെ വിശുദ്ധീകരിക്കണമേ, ബിസിനസ് മേഖലയെ വിശുദ്ധീകരിക്കണമേ എന്ന് ദൈവജനം പ്രാർത്ഥിച്ചുകൊണ്ട് സകല മേഖലയിൽ നിന്ന് തിന്മയുടെ സ്വാധീനങ്ങൾ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാല് വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഓരോ വാഹനങ്ങളും വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഓരോ വാഹനങ്ങളും മുദ്രയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വഴി യാത്രകളെല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അപകടങ്ങള്, ദുഷ്ടം വെച്ചിരിക്കുന്ന സകല കടികള് യേശുവിന്റെ നാമത്തില് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, മക്കളിൽ നിന്ന്, തലമുറകളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തമായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരിക്കപ്പെടട്ടെ, ദൈവമഹത്വം വെളിപ്പെടട്ടെ, കർത്താവിന്റെ കരുണ വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വന്തമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, നന്നായിട്ട് പ്രാർത്ഥിച്ചു, നന്നായിട്ട് പ്രാർത്ഥിച്ചു. കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, മക്കൾ വിശുദ്ധീകരിക്കട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ദാമ്പത്യ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബ ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സഹോദര ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അഭിഷേകം ചെയ്യപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഈശോയെ. വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയെ. വിശുദ്ധിയോടെ വിളിക്കാമോ? ഈശോയെ. ഒത്തിരി സ്നേഹത്തോടെ വിളിക്കാമോ? ഈശോയെ. സമർപ്പിക്കാൻ സമർപ്പണത്തിന്റെ സമയമായി. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിച്ച് വലിയൊരു കൺവെൻഷൻ, ആ കൺവെൻഷന് വേണ്ടിയിട്ടും ഒക്കെ നമ്മുടെ സമർപ്പണം അതൊരു അനുഗ്രഹമായിട്ട് മാറണം, നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായിട്ട് മാറണം. ഇവിടെ സമർപ്പിക്കുന്ന ഓരോ സമർപ്പണവും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണമോ, ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷയ്ക്കായിട്ടുള്ള സമർപ്പണം, അതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണമാണ്. ആ ഒരു ബോധ്യത്തോടുകൂടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഞാനും നിങ്ങളെ സമർപ്പിക്കുന്ന ഈ സമർപ്പണം വലിയ അനുഗ്രഹമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ തകർച്ചകളും, ദുരിതങ്ങളും, ദുരന്തങ്ങളും, അപകടങ്ങളും, ദുഷ്ടം വെച്ചിരിക്കുന്ന സകല ബന്ധനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മീയവും ഭൗതികമായ മേഖലകളെല്ലാം കർത്താവിൻ്റെ ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ മഹത്വം, ജോലി മേഖലകൾ, തലമുറകൾ, ബിസിനസ് മേഖലകൾ, കൃഷിയിടങ്ങൾ, അധ്വാനത്തിൻ്റെ സമസ്ത മേഖലകൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജോലി മേഖലകൾ, ജോലി സാധ്യതകൾ, അവയുടെ മേലെല്ലാം കർത്താവിൻ്റെ വലിയ അനുഗ്രഹം വ്യാപരിക്കപ്പെടട്ടെ എന്ന് ഓരോരുത്തരും ദിവസം പ്രാർത്ഥിക്കുക. ഈശോ അനുഗ്രഹിക്കണേ. കർത്താവിന് ജോലി, നമ്മളെ ഒരു ദേശത്തേക്ക് അയക്കുന്നത് കർത്താവിന് വേണ്ടിയിട്ടാണ്. കർത്താവിൻ്റെ രാജ്യം വിസ്തൃതമാകണമെങ്കിൽ സമ്പത്ത് അതിന് അനിവാര്യമാണ്. ഒരു ദേവാലയം പുതുക്കി പണിയണമെങ്കിൽ,
കർത്താവിന് അത് സമ്പത്ത് ആവശ്യമോ? അത് നമ്മളിലൂടെ അല്ലാതെ സംഭവിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. നമ്മളിലൂടെ അല്ലാതെ ദൈവരാജ്യം വളരത്തില്ല. ഇപ്പം ഞാനാകുന്ന കൽഭരണിയെ ഒരു ദേശത്ത് കൊണ്ട് വെച്ചെങ്കിൽ ആ കൽഭരണി നിറയെ കിട്ടുമ്പോൾ, ആ നിറയപ്പെടുമ്പോൾ അതിലൊരു ഭാഗം 10% കർത്താവിനുള്ളതാണ്. അത് കർത്താവിന് വിശുദ്ധമാണെന്ന് വചനം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെൻ്റെ കലവറയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് കർത്താവ് പറയും. വെട്ടിക്കളെ ഞാൻ ശാസിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ കൃഷിയിടങ്ങളിലെ അധ്വാന മേഖലയിലെ നാശങ്ങളിൽ നിന്ന് അതിനെല്ലാം ഞാൻ വിടുവിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അനുഗ്രഹീതരെന്ന് ജനതകൾ നിങ്ങളെ വിളിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് സമർപ്പിക്കും, വിട്ടുകൊടുക്കുക. കർത്താവിനുള്ളത് കർത്താവിന് കൊടുക്കുക. സീസറിനുള്ളത് സീസറിനുള്ളതാ. നികുതി കൊടുക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണമെന്ന് ഈശോ കൽപ്പിച്ചിട്ടുണ്ട്. കർത്താവിനുള്ള കൊടുക്കാൻ, മാറ്റിവെച്ച് കൊടുക്കാൻ പറയുക. ഇത് മാറ്റിവെക്കപ്പെട്ട സമ്പത്താണ്. കർത്താവിന് കൊടുക്കുക. ദൈവമേ, അവിടുന്ന് അനുഗ്രഹമായിട്ട് മാറട്ടെ, ഇത് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്വരം ഒന്ന് ഉയർത്തി സർവശക്തനായ ദൈവത്തോട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഈശോ, എൻ്റെ ആത്മീയ ഭൗതിക മേഖലയെ കർത്താവെ ആശീർവദിക്കണമേ, അഭിഷേകം ചെയ്യണമേ, സമൃദ്ധി നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ, വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയേ, അഭിഷേകത്തോടെ വിളിക്കാമോ? ഈശോയേ. സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവാനുഗ്രഹം പ്രാപിക്കാം. സർവപ്രതീക്ഷയും താറുമാറാകുമ്പോൾ കർത്താവ് വന്നല്ലോ കാരുണ്യം തൂകിടുവാൻ. സർവപ്രതീക്ഷയും താറുമാറാകുമ്പോൾ കർത്താവ് വന്നല്ലോ കാരുണ്യം തൂകിടുവാൻ. എല്ലാ വാതിലും കൊട്ടിയടഞ്ഞിടുമ്പോൾ, എല്ലാ വാതിലും കൊട്ടിയടഞ്ഞിടുമ്പോൾ കർത്താവ് വന്നല്ലോ പുത്തൻ വാതിൽ തുറന്നിടുവാൻ. ചേർന്ന് പാടിക്കേ. കർത്താവ് വന്നല്ലോ പുത്തൻ വാതിൽ തുറന്നിടുവാൻ. സർവപ്രതീക്ഷയും എല്ലാവരും താറുമാറാകുമ്പോൾ കർത്താവ് വന്നല്ലോ കാരുണ്യം തൂകിടുവാൻ. ചേർന്ന് പാടിക്കേ. സർവപ്രതീക്ഷയും താറുമാറാകുമ്പോൾ കർത്താവ് വന്നല്ലോ കാരുണ്യം തൂകിടുവാൻ. കരമടിച്ച് വലിയ വിശ്വാസത്തോടെ എല്ലാ വാതിലും അടയ്ക്കപ്പെടുമ്പോൾ ആ വാതിൽ തുറന്നു തരുവാൻ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ? സകല വാതിലുകളെ തുറക്കുന്ന ദൈവ സാന്നിധ്യം. എല്ലാ നാവിലും നിന്ദനം തന്നിടുമ്പോൾ, എല്ലാ നാവിലും നിന്ദനം തന്നിടുമ്പോൾ കർത്താവ് വന്നല്ലോ നിന്നെ മാനിച്ചുയർത്തിടുവാൻ. കർത്താവ് വന്നല്ലോ നിന്നെ മാനിച്ചുയർത്തിടുവാൻ. സർവപ്രതീക്ഷയും താറുമാറാകുമ്പോൾ കർത്താവ് വന്നല്ലോ കാരുണ്യം തൂകിടുവാൻ. സർവപ്രതീക്ഷയും താറുമാറാകുമ്പോൾ കർത്താവ് വന്നല്ലോ കാരുണ്യം തൂകിടുവാൻ. സർവപ്രതീക്ഷയും താറുമാറാകുമ്പോൾ കർത്താവ് വന്നല്ലോ കാരുണ്യം തൂകിടുവാൻ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ഈശോയെന്ന് വിളിച്ചുകൊണ്ട് കാരുണ്യം കാണിച്ചുകൊണ്ട് ദൈവം ഇതാ തിരുവോസ്വരൂപനായി ദിവ്യ കാരുണ്യമായിട്ട് ഇതാ ജനമധ്യത്തിൽ ആ ദൈവത്തെ വിളിക്കുന്നു. ഈശോയെന്ന് വിളിച്ച് തൻ്റെ ജനത്തോട് അവിടുന്ന് അനന്തമായ കാരുണ്യം കാണിച്ചിരിക്കുന്നു. കരമുയർത്തുന്നു വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയേ, വിശ്വാസത്തോടെ ഈശോയെന്ന് വിളിക്കാമോ? ഈശോയേ, പ്രതീക്ഷയോടെ ഈശോയെന്ന് വിളിക്കാമോ? ഈശോയേ, പ്രത്യാശയോടെ ഈശോയെന്ന് വിളിക്കാമോ? ഈശോയേ.
ദൈവപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കണ്ണു വീശിക്കൊണ്ട് ഹല്ലേലൂയ എല്ലാവരും ഹല്ലേലൂയ ഉയർത്തി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. സ്വരമുയർത്തി യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ഹല്ലേലൂയ കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തിയോടെ വലിയ അഭിഷേകത്വം, ആത്മീയമായ വലിയ അഭിഷേകം, ദൈവികമായ വലിയ ശക്തി ദൈവജനത്തിലേക്ക് പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പുറപ്പെടുന്നുണ്ട്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കർത്താവേ, എൻ്റെ ബലഹീനതകളുടെ മേൽ, എൻ്റെ കുറവുകളുടെ മേൽ കർത്താവേ, നിന്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി വെളിവിൻ്റെ രോഗങ്ങളുടെ മേൽ, എൻ്റെ തകർച്ചയുടെ മേൽ, എൻ്റെ ഇല്ലായ്മകളുടെ മേൽ കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ ശക്തി പ്രകടമാക്കണേ എന്ന് ഓരോരുത്തരും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നുണ്ട്. അത്ഭുതകരമായ ദൈവിക ഇടപെടൽ ചില വ്യക്തി ജീവിതങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. മകനെ ഓർത്ത് വേദനിക്കുന്ന ഒരമ്മയെ കർത്താവ് ആശ്വസിപ്പിക്കുന്നതായിട്ട് ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നതായിട്ട് ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. 4 രോഗികളെ ഈശോ സുഖപ്പെടുത്തുന്നു എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈശോയെ സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് സ്വർഗീയ പിതാവിനെ, പുത്രനായ യേശുവിനെ, പരിശുദ്ധാത്മാവായ ദൈവത്തെ ആരാധിക്കുന്ന നിമിഷങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ, വലിയ അടയാളങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് തൻ്റെ സാന്നിധ്യം നമ്മളിൽ, വിശ്വാസം നമ്മളിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് അവിടെ തൻ്റെ സാന്നിധ്യം നമ്മളിൽ പ്രകടമാക്കുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. സ്വരമുയർത്തി എല്ലാവരും അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. സ്വരമുയർത്തി പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ചേർന്ന് ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ
എന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. വിശുകൊണ്ട് പാടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചേർന്നോ? താതനേ പുത്രനേ ആത്മനേ ആരാധന. ചേർന്നോ? ആരാധന ആരാധന സ്വയം പരിശുദ്ധ ത്രിത്വമേ ആരാധന 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 ത്രിത്വൈക ദൈവമേ ആരാധന സ്വരമുയർത്തി ആരാധന ആരാധന ത്രിത്വൈക ദൈവമേ ആരാധന. ലൂക്കാസ് വിശേഷം 9-ാം അധ്യായം 37 മുതൽ തിരുവചനം. പിറ്റേ ദിവസം മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ യേശു രൂപാന്തരപ്പെട്ടതിന് ശേഷം മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവൻ്റെ അടുത്ത് വന്നു. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറഞ്ഞു, ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. അവൻ എൻ്റെ ഏക മകനാണ്. അവനെ ഒരു അശുദ്ധാത്മാവ് പിടികൂടിയിരിക്കുന്നു. അപ്പോൾ അവൻ പെട്ടെന്ന് നിലവിളിക്കുന്നു. നുരയും പതയും പുറപ്പെടുന്നതുവരെ അത് അവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. അതവനെ വിട്ടുമാറുന്നില്ല. അതിനെ പുറത്താക്കുവാൻ ഞാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു, എന്നാൽ അവർക്ക് സാധിച്ചില്ല. യേശു പ്രതിഭജിച്ചു, വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ, ഞാൻ എത്ര നാൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ നിങ്ങളോട് ക്ഷമിക്കും? നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക. യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പിശാച് അവനെ നിലത്ത് വീഴ്ത്തി പീഡിപ്പിച്ചു. യേശു അശുദ്ധാത്മാവെ ശാസിക്കുകയും കുട്ടിയെ സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ മഹത്വമായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു. ദൈവശക്തി ഒരു ദൈവത്തിൽ വെളിപ്പെടുമെന്ന് സുവിശേഷം നമുക്ക് ഉറപ്പ് തരികയെ. കരമൊന്ന് കൂപ്പിപ്പിടിച്ചേ. ഈ ശക്തി എന്നിൽ വെളിപ്പെടണം. എൻ്റെ ബലഹീനതകൾ എന്നെ വിട്ടുപോകും. എൻ്റെ രോഗങ്ങൾ എന്നെ വിട്ടുപോകും. എൻ്റെ ജീവിത തകർച്ചകൾ എന്നെ വിട്ടുപോകും. എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ നൊമ്പരങ്ങളും എൻ്റെ ജീവിതത്തിൽ നിന്ന്, എല്ലാ വേദനകളും എന്നെ വിട്ടുപോകും. അപ്പൻ്റെ വേദനയെ മകനെ പിശാച് പീഡിപ്പിക്കുന്നു, നിലത്തിട്ടുന്നു, ഞെരുക്കുന്നു, മുറിവേൽപ്പിക്കുന്നു. സഹിക്കാൻ പറ്റത്തില്ലാത്ത ഒരു വേദന ഈശോയുടെ മുമ്പിൽ ആ പിതാവ് യാചിക്കുമ്പോൾ ഈശോ അതിൻ്റെ മേൽ ഇടപെട്ടു എങ്കിൽ ഞാനും നിങ്ങളും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈശോയുടെ മുമ്പിൽ നിന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവ്വം കേട്ട് അതിന് ഉത്തരം തരുന്നൊരു ദൈവം നമുക്കുണ്ടെന്ന് സുവിശേഷം നമുക്ക് ഉറപ്പ് തരിക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, ഈശോ എൻ്റെ മകൻ്റെ മേൽ, എൻ്റെ മകളുടെ മേൽ, എൻ്റെ ജീവിത പങ്കാളിയുടെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, ശുശ്രൂഷ ചെയ്യുന്നവരുടെ മേൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങൾ വ്യാപരിച്ചവരുടെ ആത്മീയ, ഭൗതിക, ശാരീരിക, സാമ്പത്തിക മേഖലയെ തകർക്കുന്നുണ്ടെങ്കിൽ കർത്താവായ യേശുവേ, ഇപ്പോൾ അവിടുന്ന് ഇടപെടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വരമുയർത്തി നമുക്കറിയാം ഏതെല്ലാം മേഖലയിൽ സാത്താനിക ശക്തികൾ ഇടപെടുന്നുണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഈശോ അതിൻ്റെ മേൽ തൻ്റെ ശക്തി പ്രകടമാക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ. എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഈശോയേ. വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന്
നന്നായിട്ട് കരമടിച്ച് വിശ്വാസത്തോടെ ബന്ധനങ്ങൾ അഴിയാനായിട്ട്, തടസ്സങ്ങൾ നീങ്ങാനായിട്ട്, പൈശാചിക കോട്ടകൾ തകർക്കപ്പെടാനായിട്ട്, നമുക്ക് എതിരെ നിൽക്കുന്ന എതിർ ശക്തികൾ വിട്ടുപോകാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ജോലി തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള തടസ്സങ്ങൾ, ഭവനം പണിയാനുള്ള തടസ്സങ്ങൾ, ദൈവാനുഗ്രഹത്തെ തടസ്സങ്ങളെല്ലാം മാറിപ്പോകാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ മക്കളിലേക്ക്, എൻ്റെ തലമുറകളിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരാനായിട്ട് തടസ്സം നിൽക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങൾ, എല്ലാ അന്ധകാര ശക്തികളെല്ലാം വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തോട് ദൈവജനം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയെ. പ്രത്യാശയോടെ വിളിക്കാമോ? ഈശോയെ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് വിളിക്കാമോ? ഈശോയെ. അടയാളങ്ങളുടെ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വിളിക്കാമോ? ഈശോയെ. പിതാവിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന പുത്രനെ വിളിക്കാമോ? ഈശോയെ. കരങ്ങളടിച്ചു പാടാം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിൻ്റെ തിരുരക്തത്താൽ അടിമ ചങ്ങല അഴിയട്ടെ. യേശുവിൻ്റെ തിരുരക്തത്താൽ അടിമ ചങ്ങല അഴിയട്ടെ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. ഞാനുമെന്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. ഞാനുമെന്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. ശക്തിയോടെ ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. വിശ്വാസത്തോടെ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ തിരുരക്തം എൻ്റെ ഉള്ളു മുഴുവൻ നിറയട്ടെ. ഞാൻ യേശുവിൻ്റെ സാന്നിധ്യമായിട്ട്, ദൈവത്തിൻ്റെ മകനായിട്ട്, ദൈവത്തിൻ്റെ മകളായിട്ട് രൂപാന്തരപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചു. കുശവന്റെ കയ്യിലെ മൺപാത്രം എന്നതുപോലെ കർത്താവിൻ്റെ കരങ്ങളിലായിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ഈ കാലിയായ കൽഭരണികളില് ജലമാകുന്ന പരിശുദ്ധാത്മാവ് നിറയപ്പെടുവാൻ ഞാനാകുന്ന ഈ കൽഭരണിയെ അത്താരിയോട് ചേർത്ത് വെക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിൻ്റെ മുമ്പില് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ കർത്താവെ, അഴുക്ക് ചാലുകളിലായിരുന്നു ഈ കൽഭരണി. ആ കൽഭരണിയെ, ഈ പാത്രത്തെ ഇത് അൾത്താരയിലോ ദൈവം എത്തിച്ചിരിക്കുക. ഈ കൽഭരണിയിലോ ഈ പാത്രത്തിനുള്ളിലോ ജലമാകുന്ന പരിശുദ്ധാത്മാവ് വക്കോളം നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ച് പാടാം. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. ഈശോയേ,
കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. ചേർന്ന് പാടിക്കേ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഹെലേന പോൾസൺ കുറുമള്ളൂരിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുക. ഞാൻ ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിക്കുകയാണ്. 2025 ഫെബ്രുവരി 25-ാം തീയതിയാണ് ഞാനിവിടെ വന്നത്. വന്നപ്പോൾ മുതൽ ഞാനും എൻ്റെ കൂടെ ഉള്ള കസിനും കൂടി ഒരു വീട് നോക്കിയിട്ട് അതൊന്നും കിട്ടിയില്ല. അപ്പോൾ 3 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു വീട് കിട്ടി. ഓഗസ്റ്റ് അവസാനം കോൺട്രാക്റ്റ് എഴുതാമെന്ന് തീരുമാനിച്ചു. എന്നാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞതോടുകൂടി ആ വീട് ഉപേക്ഷിച്ചു. ബ്രദറിനോട് പറഞ്ഞപ്പോൾ വീട് കർത്താവ് തരുമെന്ന്, ഈശോ തരുമെന്ന് പറഞ്ഞു. ഈശോ ഇഷ്ടമുള്ള ഒരു വീട് ഈശോ തരുമെന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് സെപ്റ്റംബർ 1-ാം തീയതി 2 വീടുകൾക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ തന്നെ ഒരാൾ വിളിച്ച് വീട് കാണുന്നതിനുള്ള അവസരം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അത് ഓക്കെ എന്ന് പറഞ്ഞു. 2-ാം തീയതി വിളിച്ച് അതിനെക്കുറിച്ച് അത് പോയി വീട് കണ്ടു. അതിനുശേഷം 2-ാം തീയതി അവർ ഓക്കെ പറഞ്ഞു. 8-ാം തീയതി സെപ്റ്റംബർ 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാൾ ദിവസം വീട് വെഞ്ചരിക്കുകയും താമസിക്കാൻ സാധിക്കുകയും ചെയ്തു എന്ന് ആ കുട്ടി സാക്ഷ്യപ്പെടുത്തിയിരിക്കുക. 8 നോയമ്പിലൂടെ എത്ര സമയമെടുത്തെന്ന് ഓർത്ത് നോക്കിയ. ഫെബ്രുവരിയിൽ 25-ാം തീയതി മുതൽ പരിശ്രമം തുടങ്ങിയതാ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെ നല്ലൊരു ഭവനം കൊടുത്ത് ഈശോ ആ കുഞ്ഞിനെ അനുഗ്രഹിച്ചു. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷി ഇടുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളിലും വിശുദ്ധ കുർബാനയിലും ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മോൾക്ക് BSc നേഴ്സിംഗ് പരീക്ഷയിൽ 4 വർഷവും നല്ല മാർക്ക് തന്ന് ഈശോ വിജയിപ്പിച്ചു. ആദ്യ ചാൻസിൽ OET പരീക്ഷയിൽ പാസ്സാകാനും ദിവ്യകാരുണ്യനാഥൻ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും മധ്യസ്ഥയിലൂടെ ആ വലിയ കൃപ കൊടുത്തു എന്ന് ലിസി മാനാനത്ത് നിന്ന് സാക്ഷ്യപ്പെടുത്തുക. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സഹോദരിയാണ്. മുടങ്ങാതെ വന്ന് പലരും പലതും പറഞ്ഞു കാണും. പലരും അത് വരുന്ന വഴിയൊക്കെ തടസ്സപ്പെടുത്തി കാണും. അതിനെയൊക്കെ അതിജീവിച്ച് കർത്താവിൻ്റെ തിരുസന്നതിയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് ഈ സാക്ഷ്യം രേഖപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇനി ആഗ്രഹിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പേര് ത്രേസ്യാമ്മ, സ്ഥലം കുറുപ്പന്തറ. എൻ്റെ മകന് വേണ്ടിയാണ് സാക്ഷിയിടുന്നവൻ. US-ലാണ് ജോലി ചെയ്യുന്നത്. പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു. ഞാൻ സ്ഥിരമായി പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കുമായിരുന്നു. ആരാധന ഏറ്റെടുത്ത് നടത്തുകയും സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഈശോയോട് പറഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ നല്ല ജോലി കൊടുത്ത് ഈശോ അനുഗ്രഹിച്ചുവെന്ന് ആ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ജോലിയില്ലാത്തവര്, ജോലി സാധ്യത ആഗ്രഹിക്കുന്നവര് ഈ വിശ്വാസം ഉറപ്പിച്ച് ഇടതടവില്ലാതെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുത്തു എന്നാണ് സാക്ഷ്യം. അത്തിമരം പൂക്കുന്നില്ലെങ്കിലോ മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലോ ആട്ടുംകൂട്ടം ആലയിൽ അറ്റുപോയാലോ ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് ഹല്ലേലൂയ. വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ, വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയേ, അഭിഷേകത്തോടെ വിളിക്കാമോ? ഈശോയേ. ചേർന്ന് പാടാം. വലിയ ആനന്ദത്തോടെ എഴുന്നേറ്റ് നിന്ന് കരങ്ങളൊക്കെ അടിച്ച് കാലുകൾക്ക് ബലം നൽകുന്നുണ്ട്, അസ്ഥികൾക്ക് ബലം നൽകുന്നുണ്ട്.
മുട്ടിലുള്ള ചില രോഗങ്ങൾ വിട്ടുമാറുന്നുണ്ട്. മസിൽ സംബന്ധമായ, നേർവ് സംബന്ധമായ ചില രോഗങ്ങളുടെ മേൽ കർത്താവ് ശക്തി പ്രകടമാക്കുന്നുണ്ട്. എഴുന്നേറ്റ് നിന്ന് വിശ്വാസത്തോടെ ഇരു കരങ്ങളും അടിച്ച് ബലഹീനതകളില് ഇതാ ദൈവജനം ദൈവത്തെ ആരാധിക്കുന്നു. ചേർന്ന് പാടി ആരാധിക്കാം. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം. ചേർന്ന് പാടിക്കേ. എന്നും എന്റേതാണ്. ചേർന്ന് പാടിക്കേ. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം. നീ എന്നും എന്റേതാണ്. ഞാനെന്നും നിന്റെ ദൈവം. നീ എന്നും എന്റേതാണ്. ശക്തിയോടെ കരമടിച്ച് പ്രാർത്ഥിക്കുന്നു. അസ്ഥികളിലുള്ള ചില രോഗങ്ങള്, നട്ടിലിന്റെ ചില തേയ്മാനങ്ങള്, നട്ടിലുള്ള ചില ഡിസ്കുകൾ അകന്ന അവസ്ഥകള്, നേർവ് ബൾജി എന്ന് നിൽക്കുന്ന അവസ്ഥകള്, ഇതിന്റെ മേലെല്ലാം യേശു തന്റെ ശക്തി പ്രകടമാക്കുന്നു. സാക്ഷ്യപ്പെടുത്തണമെന്ന് യേശു ആവശ്യപ്പെടുന്നുണ്ട്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് രോഗികളുടെ അസ്ഥികളുടെ മേല്, രോഗങ്ങളുടെ മേല് യേശു തന്റെ മഹത്വം ഇതാ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിളിക്കാമോ ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. സുഖപ്പെടുത്തുന്ന ദൈവത്തെ വിളിക്കാമോ? ഈശോയെ. സൗഖ്യദാതാവായ യേശുവിനെ വിളിക്കാമോ? ഈശോയെ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഈശോയെ വിളിക്കാമോ? ഈശോയെ. അടയാളങ്ങളോട് തന്നെ മഹത്വം വെളിപ്പെടുത്തുന്ന യേശുവിനെ വിളിക്കാമോ? ഈശോയെ. വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി. കരമുയർത്തിയടിച്ച് നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം. ശക്തിയോടെ നീ എന്നും എന്റേതാണ്. ഞാനെന്നും നിന്റെ ദൈവം. നീ എന്നും എന്റേതാണ്. കരം താഴ്ത്തിയടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ചേർന്ന് പാടിക്കുക, സ്വരം ഉയർത്തി പാടിക്കുക. എൻ്റെ ശരീരത്തിന് മേല്, എൻ്റെ മനസ്സിന്റെ മേൽ, എൻ്റെ ആത്മാവിന്റെ മേല്, എൻ്റെ ശരീരത്തിലുടനീളം ദൈവം തന്നെ ശക്തി പ്രകടിപ്പിക്കുന്നു, പ്രകടമാക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച രോഗങ്ങളുടെ മേല് ദൈവം തന്നെ മഹത്വം വെളിപ്പെടുത്തുന്നു. എൻ്റെ അസ്ഥികളുടെ മേല്, എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെ മേല്, എൻ്റെ ഞരമ്പുകളുടെ മേല്, എൻ്റെ മജ്ജയുടെ മേല്, എൻ്റെ മാംസത്തിന്റെ മേല്, എൻ്റെ രക്തത്തിന്റെ മേല്, ഞാൻ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ മേല്, പാപത്തിലൂടെ കടന്നു നിൽക്കുന്ന മലിനതയുടെ മേല് ദൈവം തന്റെ അത്ഭുത ശക്തി ഇതാ വെളിപ്പെടുത്തുന്നു. വിശ്വാസത്തോടെ കരങ്ങൾ നീട്ടിപ്പിടിച്ച് പാപിയായ എന്നെ നിങ്ങളെ വീണ്ടെടുത്ത യേശുവിനെ വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കരമുയർത്തിയടിച്ച് നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം. നീ എന്നും എന്റേതാണ്. 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 ഞാനെന്നും നിന്റെ ദൈവം.
എന്നും എന്റേതാണ്. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. ദൈവശക്തി വ്യാപരിക്കപ്പെടുന്നു, ദൈവശക്തി വെളിപ്പെട്ടിരിക്കുന്നു. ശരീരത്തിന്റെ മേൽ ആധിപത്യങ്ങള് വിട്ടഴിഞ്ഞു പോകുന്നു. ദൈവത്തിന്റെ കാരുണ്യം തലമുറകളിലേക്ക് വ്യാപരിക്കപ്പെടുന്നു. ദൈവത്തിന്റെ വിശുദ്ധി തലമുറകളിലേക്ക് വ്യാപരിക്കപ്പെടുന്നു. ദൈവത്തിന്റെ കൃപ തലമുറകളിലേക്ക് വ്യാപരിക്കപ്പെടുന്നു. കരമുയർത്തി തലമുറകളെ സമർപ്പിച്ചുകൊണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കരനീട്ടി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ, വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയെ, സർവശക്തിയോടെ വിളിക്കാമോ? ഈശോയെ. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് ഹൃദയപൂർവ്വം നമുക്ക് നന്ദി പറയാം. ഇവിടെ ആയിരിക്കുവാൻ, ഈ മണിക്കൂറിലായിരിക്കുവാൻ ദൈവം അനുവദിച്ച പിതാവായ ദൈവത്താൽ ആകർഷിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ടാണ് പരിശുദ്ധമായ വിശുദ്ധ മന്ദിരത്തിൽ നമുക്ക് കർത്താവിൻ്റെ മന്ദിരത്തിലായിരിക്കാൻ സാധ്യമായത്. പ്രാർത്ഥിച്ച് ഓരോരുത്തരും പ്രാർത്ഥിച്ച് ഈശോയെ തലമുറകളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നമുക്ക് നോർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് മുട്ടുമേലായാലോ? മുട്ടുമേലാകാം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിരിക്കുന്നവർ, അബോഷനിലൂടെയൊക്കെ കടന്നുപോയ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൽ വലിയ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് ദൈവം നിയോഗിക്കപ്പെട്ട ചില കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വെച്ച് തന്നെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. കൊലപാതകം, ഭ്രൂണഹത്യ ഇവ മൂലം ഏതെങ്കിലുമൊക്കെ ശാപത്തിൻ്റെ ബന്ധനങ്ങൾ നമ്മുടെ മേലെ, നമ്മുടെ കുടുംബത്തിൻ്റെ മേലെ വ്യാപരിക്കപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടുവാനായിട്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് നിരവധിയായ അബോഷനിലൂടെ കടന്നുപോയവരുണ്ട്. ഒരാളെ കൊന്നപ്പോൾ തന്നെ കായനോട് ദൈവം പറയുന്നുണ്ട്, നീ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കും, നീ കൃഷി ചെയ്താൽ ഫലം ഉണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ സംരക്ഷണം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ കായൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്ന് കായനെ മുദ്ര ചെയ്തു എന്ന് പറയുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഈശോയെ ഏതെങ്കിലുമൊക്കെ പാപത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക, സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, ബന്ധുമിത്രാദികൾ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷയെ കടന്നു വന്ന ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈശോ അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കാരുണ്യം വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈശോയെ കരുണയായിരിക്കണേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളുടെ മേലും കർത്താവെ കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം
മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. സ്വരമുയർത്തി പാടാം. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ കരമുയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ.
പിതാവായ ദൈവത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. പീഡാസഹനം, ഈശോ സഹിച്ച സഹനത്തെ ഓർത്ത് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളുടെ മേൽ, ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന ഓരോ ആത്മാവിൻ്റെ മേലും പിതാവേ പുത്രനിലൂടെ കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ആ ശരീരമാകുന്ന വിരിയിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടേണ്ടവരാണ് അവർ ഓരോരുത്തരും. ഓർത്ത് പ്രാർത്ഥിച്ച് ഈശോയെന്ന് പരിശുദ്ധ കുർബാനയിലൂടെയാണ് പിതാവിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയെന്ന് കരുണയുടെ പ്രാർത്ഥന നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോയുടെ പീഡാസഹനത്തിലൂടെ അല്ലാതെ ഒരുവനും പിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് പോകുന്നില്ല. ആ ശരീരമാകുന്ന വിരിയിലൂടെ നവീനവും സജീവമായൊരു പാത പിതാവായ ദൈവം പരിശുദ്ധ കുർബാനയിലൂടെ തുറന്നു വന്നിരിക്കുക. ആ പരിശുദ്ധ കുർബാനയിലൂടെയാണ് സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഓരോരുത്തരും പ്രവേശിക്കപ്പെടുന്നത്. വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ച് ഒരു ദിവസം പോലും ബലി മുടങ്ങാതിരിക്കുക. ദൈവത്തോട് നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ഈശോ, ഈ ശരീരത്തിൻ്റെ ക്ഷീണം, തളർച്ച, മടി, അലസത മൂലമൊക്കെ ബലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടല്ലേ, ബലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് കർത്താവേ ഞങ്ങളുടെ സന്നദ്ധിയിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുക. ഞങ്ങളോട് കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചേ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചേ. നമ്മുടെ എല്ലാ നിയമങ്ങളെയും നമ്മൾ സമർപ്പിച്ചേ. നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ ഈശോയ്ക്ക് കൊടുക്കുക. എല്ലാ ഈശോയുടെ സന്നദ്ധിയിലേക്ക് നമ്മൾ സമർപ്പിക്കുക. മഹത്വപൂർണനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ വെളിപ്പെടാൻ ആഗ്രഹിച്ച് രോഗികൾക്ക് രോഗശാന്തി നൽകിക്കൊണ്ട് ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പൈശാചിക ബന്ധനത്തിൽ കഴിയുന്നവർ സ്വതന്ത്രരാക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയുടെ കുരിശുമരണത്തിലൂടെ, ബലിയർപ്പണത്തിലൂടെ ആ ശിക്ഷാവിധികളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നകന്നു പോകട്ടെ. രോഗങ്ങൾ, പീഡകൾ, തകർച്ചകൾ, ഇല്ലായ്മകൾ, കുഞ്ഞുങ്ങളില്ല, ഭവനമില്ല, വിവാഹ തടസ്സം നേരിടുന്നവർ, ജോലി തടസ്സം നേരിടുന്നവർ, ശാരീരികമായ രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവർ എല്ലാം ഈശോ ഏറ്റെടുത്തു. നമ്മുടെ രോഗങ്ങളെയാണ് അവൻ വഹിച്ചത്. അവൻ സഹിച്ചത് മുഴുവൻ നമ്മുടെ വേദനകളെയാണ്. അവൻ ചുമന്നത് നമ്മുടെ പാപങ്ങളെയാണെന്ന് യെശയ്യാ പ്രവചിച്ചു. സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ച് രോഗികളെ ഓർത്ത് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ഓപ്പറേഷന് വിധേയരാകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ശരീരത്തിലെ ബലഹീനത അനുഭവിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. ശാരീരിക പീഡകളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഭയത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. വേദനയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. എല്ലാ വേദനകളും ഈശോ ഏറ്റെടുക്കുക. എല്ലാം ഈശോ വഹിച്ചു എന്ന യെശയ്യാ പറഞ്ഞത് പ്രവചിച്ചു. എല്ലാ പാപങ്ങളും അവൻ ചുമന്ന് കാൽവരിയുടെ നെറുകയിൽ അവൻ ഇല്ലായ്മ ചെയ്തു. കുരിശിൽ കയറി ആ പാപത്തെ ഇല്ലായ്മ ചെയ്തു. അത് മഹത്വമാക്കി മാറ്റി. നമ്മുടെ ജീവിതം മഹത്വപൂർണ്ണമായൊരു ജീവിതമായി തീരുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വീണ്ടും ദൈവത്തെ ആരാധിക്കാൻ, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അരൂപി നിറയുവാൻ, പരിശുദ്ധാരൂപി നിറയുവാൻ, ദൈവസാന്നിധ്യം വെളിപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. സിഹിയോനിലെ നിറഞ്ഞ സാന്നിധ്യം, സിഹിയോനിൽ വെളിപ്പെട്ട സാന്നിധ്യം, കർത്താവിൻ്റെ മഹത്വം, കർത്താവിൻ്റെ കാരുണ്യം അപ്പസ്തോലന്മാരിൽ വെളിപ്പെട്ടതുപോലെ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, ചേർത്ത് പാടാമോ? സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ,
എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നമ്മുടെ എല്ലാ നിയമങ്ങളെ ഈശോയുടെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കാം. ദിവികാരണനാഥൻ്റെ സന്നദ്ധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവിടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളെല്ലാം ഈശോയുടെ സന്നദ്ധിയിലേക്കൂടെ ആയിരിക്കുന്ന മുഴുവൻ മക്കളെയും വിദേശ രാജ്യങ്ങളിൽ നിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകളെ ദൈവസന്നദ്ധിയിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ. ഒന്നുകൂടെ വിളിക്കാമോ? ഈശോയേ. ഒരു പ്രാവശ്യം കൂടെ ഈശോയെ വിളിക്കാമോ? ഈശോയേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, ഈശോയെ, ഈശോയെ എന്ന് വിളിച്ചന്ധനായ ബർത്തമേയുസ് വിളിച്ചുപോലെ അവൻ ഉത്തരം കിട്ടിയെങ്കിൽ ഈശോയെ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിക്ക് ഉത്തരം കിട്ടിയിരിക്കും. കരമുയർത്തി വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ. ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ. ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ. വിശ്വാസത്തോടെ ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ. വിശുദ്ധിയോടെ ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ. ഒത്തിരി സ്നേഹത്തോടെ ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ. അനുതാപത്തോടെ ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ. അനുതാപത്തോടെ ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. അഭിഷേകത്തോടെ ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. ആത്മാവിന്റെ നിറവിൽ ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. അത്യുന്നതനായ ദൈവത്തെ വിളിക്കാമോ? ഈശോയെ. സർവശക്തനായ ദൈവത്തെ വിളിക്കാമോ? ഈശോയെ. ഇസ്രായേലിന്റെ പരിശുദ്ധനെ വിളിക്കാമോ? ഈശോയെ. ദാവീദ് ഗോത്രത്തിന്റെ സിംഹമായവനെ വിളിക്കാമോ? ഈശോയെ. ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഈശോയെ. വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയെ. പ്രത്യാശയോടെ വിളിക്കാമോ? ഈശോയെ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനെ വിളിക്കാമോ? ഈശോയെ. അടയാളങ്ങളുടെ തന്നെ മഹത്വം വെളിപ്പെടുത്തുന്ന യേശുവിനെ വിളിക്കാമോ? ഈശോയെ. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ യേശുവിനെ വിളിക്കാമോ? ഈശോയെ. മഹോദരോഗിയെ സുഖപ്പെടുത്തിയ യേശുവിനെ വിളിക്കാമോ? ഈശോയെ. അന്ധയാചകന് കാഴ്ച കൊടുത്ത യേശുവിനെ വിളിക്കാമോ? ഈശോയെ. ലാസറിനെ ഏർപ്പിച്ച യേശുവിനെ വിളിക്കാമോ? ഈശോയെ. എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഈശോയെ. ശിരസ് നമിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,
ആരാധന ആരാധന ആരാധന. നമ്മുടെ യാത്രകളെ എല്ലാ ഈശ്വര സന്നദ്ധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പിതാവായ ദൈവത്താൽ സംരക്ഷിക്കപ്പെടുവാൻ, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ തിരുച്ചോരയിൽ സംരക്ഷിക്കപ്പെടുവാൻ, പരിശുദ്ധ ദൂതന്മാരെ അയച്ചുകൊണ്ട് പിതാവായ ദൈവം നമ്മളെ സംരക്ഷിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ യാത്രകൾ, നമ്മുടെ വാഹനങ്ങൾ, യാത്ര ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കരമേർക്കാൻ സ്തുതിക്കാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ നന്ദിയോടെ പാടി പ്രാർത്ഥിക്കാം. രോഗിയായി മാറിയപ്പോ യഹോവ റാഫയായി. രോഗിയായി മാറിയപ്പോ യഹോവ റാഫയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ.